മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് ഡിക്കൻസ്. കഥയുടെ പേര് ഒരു ക്രിസ്തുമസ് കരോൾ. കുറെ കാലം മുമ്പ് ലണ്ടനിൽ എബ്നേസർ സ്ക്രൂജ് എന്നു പേരുള്ള ഒരാൾ ജീവിച്ചിരുന്നു. സ്ക്രൂജ് എന്നായിരുന്നു അയാളുടെ ചുരുക്കപ്പേര്. ആറ് പിശുക്കനും ദുരാഗ്രഹിയുമായിരുന്ന അയാളെപ്പോലെ പിശുക്കനായി മറ്റൊരാൾ ലണ്ടനിൽ ഉണ്ടായിരുന്നില്ല. ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് സ്ക്രൂജ് കല്യാണം പോലും കഴിച്ചിരുന്നില്ല. സ്ക്രൂജും കൂട്ടുകാരനായ മാർലിയും ചേർന്ന് ലണ്ടനിൽ പങ്ക് കച്ചവട സ്ഥാപനം നടത്തിയിരുന്നു. അങ്ങനെയിരിക്കെ മാർലി മരിച്ചുപോയി. മാർലിക്ക് ബന്ധുക്കളോ അവകാശികളോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതിനാൽ മാർലി മരിച്ചതോടെ അയാളുടെ സ്വത്തുക്കൾ കൂടി സ്ക്രൂജിന് കിട്ടി. പങ്ക് കച്ചവട സ്ഥാപനം അങ്ങനെ സ്ക്രൂജിന്റെ മാത്രമായി തീർന്നു. മാർലിയുടെ സ്വത്തുക്കൾ മുഴുവൻ സ്ക്രൂജിന് കിട്ടിയിട്ടും മാർലിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് പോലും സ്ക്രൂജ് പിശുക്ക് കാട്ടി. കുഴിവെട്ടുകാരനും മൃതശരീരം കൊണ്ടുപോകാൻ സഹായിച്ചവർക്കും എന്തിന് കർമ്മങ്ങൾ നടത്തിയ പള്ളിയിലെ പുരോഹിതനും ശരിയായ പ്രതിഫലം കൊടുക്കാതെ സ്ക്രൂജ് ഒഴിഞ്ഞു മാറി. മാർലി മരിച്ചതിന് ശേഷം 7 വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. സ്ക്രൂജിന്റെ പിശുക്ക് ഒട്ടും കുറഞ്ഞിരുന്നില്ല. വാസ്തവത്തിൽ അയാളുടെ പിശുക്കും അത്യാഗ്രഹവും വർദ്ധിച്ചതേയുള്ളൂ. സ്ഥാപനത്തിന്റെ പുറത്തുണ്ടായിരുന്ന ബോർഡിൽ സ്ക്രൂജും മാർലിയും ചേർന്ന് നടത്തുന്നത് എന്നായിരുന്നു എഴുതിയിരുന്നത്. മാർലി മരിച്ചപ്പോൾ ബോർഡിൽ നിന്നും മാർലിയുടെ പേരൊഴിവാക്കി പുതിയ ബോർഡ് എഴുതേണ്ടതായിരുന്നു. അതിന്റെ ചെലവോർത്തപ്പോൾ ബോർഡ് മാറ്റി എഴുതേണ്ടതില്ലെന്ന് സ്ക്രൂജ് തീരുമാനിച്ചു. അതുകൊണ്ട് മാർലി മരിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും മാർലിയുടെയും സ്ക്രൂജിന്റെയും പേരെഴുതിയ പഴയ ബോർഡ് തന്നെ അവിടെ നിലനിന്നു. സ്ക്രൂജിന്റെ സ്വഭാവം നാട്ടുകാർക്ക് എല്ലാം അറിയാമായിരുന്നു. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനോട് ആരും സ്നേഹാന്വേഷണങ്ങൾ ചോദിച്ചിരുന്നില്ല. ഭിക്ഷക്കാർ അയാളുടെ അടുത്ത് മാത്രം യാചിക്കാൻ പോയില്ല. എന്തിന്, കുരുടന്മാരായ യാചകരുടെ നായ്ക്കൾ പോലും സ്ക്രൂജിനെ കാണുമ്പോൾ വഴിമാറിപ്പോയിരുന്നു. പാറ പോലെ കഠിനമാണ് സ്ക്രൂജിന്റെ മനസ്സെന്ന് നാട്ടുകാർ പിറുപിറുത്തു. അങ്ങനെയിരിക്കെ ക്രിസ്തുമസ് കാലം വന്നു ചേർന്നു. ക്രിസ്തുമസിന്റെ തലേ ദിവസം പകൽ 3 മണിയേ ആയിരുന്നുള്ളൂ. എങ്കിലും ശക്തിയേറിയ തണുപ്പ്, മഞ്ഞ് പുതച്ച തെരുവുകൾ. ലണ്ടൻ നഗരത്തിൽ ഡിസംബർ മാസം അവസാനത്തിലുള്ള തണുപ്പ് ഞരമ്പുകളെ മരവിപ്പിക്കുന്നതായിരിക്കും. വെള്ളം മഞ്ഞുകെട്ടയായി തീരുന്ന ശൈത്യം. ആ വൈകുന്നേരം സ്ക്രൂജ് തന്റെ കച്ചവട പീടികയിൽ ഇരിക്കുകയായിരുന്നു. അക്കാലത്ത് വിദ്യുച്ഛക്തി ഹീറ്ററുകൾ ഉണ്ടായിരുന്നില്ല. മുറികളിൽ കൽക്കരി കത്തിച്ച് ചൂടുണ്ടാക്കിയാണ് ആളുകൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നത്. സ്ക്രൂജിന്റെ കെട്ടിടത്തിൽ നെരിപ്പോടുണ്ടായിരുന്നില്ല. അത് ചെലവുള്ള കാര്യമാണല്ലോ. അല്പം കൽക്കരി കത്തിച്ചു വെച്ച് അതിൽ നിന്നുള്ള വെളിച്ചവും ചൂടും മാത്രമായിരുന്നു ആ മുറിയിൽ. അപ്പുറത്തിരുന്ന് സ്ക്രൂജിന്റെ ക്ലർക്ക് തിടുക്കത്തിൽ എഴുത്തുകൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്താകട്ടെ തീരെ ചെറിയൊരു കഷ്ണം കൽക്കരി മാത്രം മങ്ങിക്കൊണ്ട് കത്തിക്കൊണ്ടിരുന്നു. ബോബ് ക്രാപ്ചാറ്റ് എന്നായിരുന്നു ക്ലർക്കിന്റെ പേര്. തണുപ്പ് മൂലം അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു സ്കാർഫ് 3 മടക്കായി ചുറ്റി അയാൾ കഴുത്തിലിട്ടിരുന്നു. അതിൽ നിന്ന് കിട്ടിയിരുന്ന ചൂട് മാത്രമായിരുന്നു അയാളുടെ ഏക ആശ്വാസം. ഒരു ഓവർകോട്ട് വാങ്ങാൻ അയാൾക്ക് പണമുണ്ടായിരുന്നില്ല. ആഴ്ചയിൽ 15 ഷില്ലിംഗ് മാത്രമായിരുന്നു അയാൾക്ക് സ്ക്രൂജ് കൊടുത്തിരുന്ന ശമ്പളം. തണുപ്പും മഞ്ഞും നിറഞ്ഞ വൈകുന്നേരം സ്ക്രൂജിന്റെ സ്ഥാപനത്തിന് വെളിയിൽ റോഡിൽ ഇരുന്നു കൊണ്ട് ഒരു ദരിദ്ര ബാലൻ ക്രിസ്തുമസിന്റെ കരോൾ പാട്ടുകൾ പാടി. ആ ബാലൻ ധനസഹായം ചോദിക്കാനാണ് കരോൾ പാട്ടുകൾ പാടുന്നതെന്ന് സ്ക്രൂജ് കരുതി. അതോർത്തപ്പോൾ തന്നെ സ്ക്രൂജിന് കലിയിളകി. എന്താടാ, കാശ് ചോദിക്കാൻ വന്നിരിക്കുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരു തടിക്കഷ്ണവുമായി ആ ബാലന്റെ നേർക്ക് സ്ക്രൂജ് പാഞ്ഞു ചെന്നു. പയ്യൻ നിലവിളിച്ചുകൊണ്ട് രക്ഷപ്പെടാനായി ഓടി. ആ സമയത്താണ് സ്ക്രൂജിന്റെ സഹോദരിയുടെ മകൻ അവിടെ വന്ന് കയറിയത്. സ്ക്രൂജിന് ഒരൊറ്റ സഹോദരിയേ ഉണ്ടായിരുന്നുള്ളൂ.
അവർ മരിച്ചുപോയിരുന്നു. അവരുടെ ഏക സന്താനമാണ് ഈ മരുമകൻ. ഈ ലോകത്തിൽ സ്ക്രൂജിന് രക്തബന്ധമുള്ള ഏക മനുഷ്യൻ ഈ അനന്തരവനാണ്. പക്ഷേ അനന്തരവൻ ദരിദ്രനായിരുന്നു. എന്നിട്ടും പിറ്റേ ദിവസത്തെ ക്രിസ്മസിന് അമ്മാവനെ ക്ഷണിക്കാൻ വന്നതായിരുന്നു മരുമകൻ. അയാൾ അമ്മാവന് ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. പുച്ഛത്തോടെ സ്ക്രൂജ് ചോദിച്ചു, നാശം, എടാ, ദരിദ്രനായി നിനക്ക് എങ്ങനെ ക്രിസ്തുമസ് സന്തോഷിക്കാൻ കഴിയും? അമ്മാവൻ എന്താണ് ഇങ്ങനെ ക്രൂരമായി പറയുന്നത്? മരുമകൻ തിരക്കി. അമ്മാവ, ക്രിസ്തുമസ് പരിഭാവനമാണ്. അതിൽ പല നന്മകളും അടങ്ങിയിരിക്കുന്നു. ഉദാരശീലം, സമഭാവന, ദാനശീലം. അയാളുടെ വാക്കുകൾ സ്ക്രൂജിന്റെ ക്ലർക്കിന് ഇഷ്ടപ്പെട്ടു. സ്ക്രൂജിനാകട്ടെ മരുമകൻ പറഞ്ഞത് തീരെ രസിച്ചില്ല. നീ നന്നായി പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്തത്? സ്ക്രൂജ് അനന്തരവനെ നന്നായി ഒന്ന് പരിഹസിച്ചു. അതെല്ലാം പോട്ടെ, അമ്മാവൻ നാളെ ഞങ്ങളോട് ഉച്ചഭക്ഷണം കഴിക്കാൻ ദയവായി വരണം. അനന്തരവൻ ക്ഷണിച്ചു. അത് കേട്ടപ്പോൾ സ്ക്രൂജിന് കോപം തോന്നുകയാണ് ഉണ്ടായത്. പരിക്കൻ സ്വരത്തിൽ അയാൾ പറഞ്ഞു, ക്രിസ്തുമസ് ആഘോഷിക്കുക എന്നത് വെറുമൊരു കാപട്യമാണ്. അതിൽ പങ്കെടുക്കാൻ ഞാനില്ല. എടാ, പണമില്ലാത്ത നീ എന്തിനാണ് ഈ കല്യാണം കഴിച്ചത്? പരിഭവം ഭാവിക്കാതെ അനന്തരവൻ യാത്ര പറഞ്ഞു. പോകുന്നതിനിടയിൽ അയാൾ ക്ലർക്കിന് നവവത്സരാശംസകൾ നേരുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞപ്പോൾ 2 മാന്യന്മാർ കടന്നു വന്നു. അവർ ശിരസ് താഴ്ത്തി സ്ക്രൂജിനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സ്ക്രൂജിനെയോ മാർലിയെയോ കണ്ടാൽ കൊള്ളാം. മാർലിയെ കാണണമോ? 7 വർഷം മുമ്പുള്ള ക്രിസ്മസ് കരോൾ രാത്രിയിൽ മാർലി ചത്തുപോയതാണ്. സ്ക്രൂജ് പരിക്കൻ സ്വരത്തിൽ അറിയിച്ചു. അങ്ങനെയാണോ? ക്ഷമിക്കണേ, ഈ ബോർഡിൽ പേര് കണ്ട് പറഞ്ഞു പോയതാണ്. ആഗതരിൽ ഒരാൾ പറഞ്ഞു. ഈ ക്രിസ്തുമസ് കാലത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ഏർപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇതിലേക്ക് അങ്ങയുടെ സഹായമുണ്ടാകണം. ഇത് കേട്ട സ്ക്രൂജ് ദേഷ്യത്തോടെ ചോദിച്ചു, പാവങ്ങളെ സഹായിക്കാൻ കാശോ? അവറ്റയെ പിടിച്ചിടാൻ ജയിലുകളൊന്നുമില്ലേ? പണിശാലകളില്ലേ? പോരെങ്കിൽ ഞാൻ കൊടുക്കുന്ന നികുതിയിൽ നിന്ന് കൂടിയല്ലേ ഇവരെയൊക്കെ സർക്കാർ കൊണ്ടു നടക്കുന്നത്? കുറെ എണ്ണം മരിച്ചാൽ അത്രയെങ്കിലും ജനപ്പെരുപ്പം ഒന്ന് കുറഞ്ഞു കിട്ടും. ഞാൻ ക്രിസ്തുമസ് ആഘോഷിക്കുന്നില്ല. പിന്നെയല്ലേ മടിയന്മാർക്ക് ആഘോഷത്തിന് സംഭാവന തരുന്നത്? സ്ക്രൂജ് തീർത്തു പറഞ്ഞു. നിങ്ങൾ ശല്യം ചെയ്യാതെ പോകണം. അതോടെ ആ മാന്യന്മാർ മടങ്ങി. 7 വർഷം മുമ്പ് മരിച്ച് മറവിയിലാണ്ട് പോയിരുന്ന മാർലിയെ അങ്ങനെയെന്ന് സ്ക്രൂജിന് വീണ്ടും ഓർമ്മിക്കേണ്ടതായി വന്നു. മാർലിയുടെ മുഖം ശരിക്കും സ്ക്രൂജിന്റെ മനസ്സിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു. ഇരുട്ടിനും മൂടൽമഞ്ഞിനും കനം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പള്ളിയുടെ ഗോപുരം ഇരുളിൽ മറഞ്ഞു. തണുപ്പ് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. വെള്ളം മഞ്ഞുകട്ടയാകുന്നത് കണ്ടു. സ്ഥാപനം അടയ്ക്കാനുള്ള നേരമായി. ക്ലാർക്ക് ബോബ് ചാറ്റ്ക്ലിഫ് പോകാനായി എഴുന്നേറ്റു. സ്ക്രൂജ് ക്ലർക്കിന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, നിനക്ക് നാളെ മുഴുവൻ ദിവസത്തെയും അവധി വേണോ? നാളെ കഴിഞ്ഞ് നേരത്തെ തന്നെ വരണം. ഹോ, ക്രിസ്തുമസ് എന്ന പേരും പറഞ്ഞ് ആളുകളെ കൊള്ളയടിക്കുകയാണ്. ക്ലർക്കിന്റെ മുഖത്ത് ഒരു തണുത്ത ചിരി പരന്നു. ആകട്ടെ എന്ന് പറഞ്ഞ് അയാൾ ഓഫീസ് അടച്ച് യാത്രയായി. സ്ക്രൂജും വീട്ടിലേക്ക് തിരിച്ചു. മാർലിയുടെ വീട്ടിലാണ് സ്ക്രൂജ് താമസിച്ചുകൊണ്ടിരുന്നത്. 2 നിലയുള്ള ആ കെട്ടിടത്തിൽ സ്ക്രൂജ് തനിച്ചായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. അപ്പോൾ തന്നെ സ്ക്രൂജ് കിടക്കയിൽ ചെന്ന് കിടന്നു. അയാളുടെ കണ്ണുകൾ അടയുകയും ഉറക്കം വരികയും ചെയ്തു. ആ ഇരുളിൽ തൻ്റെ മുമ്പിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടതായി സ്ക്രൂജിന് തോന്നി. മരിച്ചുപോയ മാർലി തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് സ്ക്രൂജിന് തോന്നിയത്. അതെ, ശരിക്കും മാർലിയുടെ രൂപം അതാ നിൽക്കുന്നു. സ്ക്രൂജിന് ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. മാർലിയുടെ രൂപത്തിനു നേരെ സ്ക്രൂജ് നടന്നു ചെന്നു. മാർലിയുടെ മുഖം സ്ക്രൂജ് കണ്ടു. വളരെ കാലം ഇരുട്ടറയിൽ കിടന്നതുപോലെ വികൃതമായിരുന്നു അത്. തലയിലെ രോമങ്ങൾ ആണികളെപ്പോലെ നിവർന്നു നിൽക്കുന്നു. കണ്ണുകൾ തുറന്നതുപോലെ കാണപ്പെട്ടുവെങ്കിലും കൃഷ്ണമണികൾ നിശ്ചലങ്ങളായിരുന്നു. സ്ക്രൂജ് മെഴുകുതിരി കത്തിച്ചു. അപ്പോൾ അവിടെയെങ്ങും ആ രൂപം കാണപ്പെട്ടില്ല. കത്തിച്ച മെഴുകുതിരിയുമായി സ്ക്രൂജ് കെട്ടിടത്തിന്റെ മുകൾ നിലയിലും കയറി നോക്കി. അവിടെയും മാർലിയുടെ രൂപത്തെ കണ്ടില്ല.
സ്ക്രൂജ് രാത്രിയിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല. അയാൾ നിരിപ്പോട് കത്തിച്ച് അതിൻ്റെ സമീപത്തിരുന്ന് ആഹാരം കഴിച്ചു. അപ്പോഴെല്ലാം മാർലിയുടെ മുഖമായിരുന്നു മനസ്സിൽ. സ്ക്രൂജിന് ആകപ്പാടെ അസ്വസ്ഥത അനുഭവപ്പെട്ടു. വീടിൻ്റെ മുൻവശത്തെ വാതിൽ ഒരു ഓടാമ്പിൾ മാത്രമിട്ട് അടക്കിയായിരുന്നു പതിവ്. ഇന്ന് പതിവില്ലാതെ അയാൾ വാതിൽ താഴിട്ട് പൂട്ടി. മുറിയിലുണ്ടായിരുന്ന മണിയിൽ സ്ക്രൂജിൻ്റെ ശ്രദ്ധ പതിഞ്ഞു. മണി ശബ്ദമില്ലാതെയാണ് ആടിക്കൊണ്ടിരുന്നത്. പെട്ടെന്നത് ആടി ഉലയാൻ തുടങ്ങി. അതിൻ്റെ ശബ്ദം ഭയപ്പെടുത്തുന്ന വിധം ഉച്ചത്തിലായതുപോലെ സ്ക്രൂജിന് തോന്നി. അതോടെ മറ്റ് മണികളും കൂട്ടമായി ആടിത്തുടങ്ങി. ഈ വിചിത്ര അനുഭവം ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അത് 1 മണിക്കൂർ നീണ്ടതായി അയാൾക്ക് അനുഭവപ്പെട്ടു. മണികളുടെ കൂട്ടശബ്ദം പൊടുന്നിന് നിലച്ചു. അതിന് പകരമെന്നോണം താഴത്തെ നിലയിൽ എന്തോ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ ഉയർന്നു. വലിയ ചങ്ങലയും വഹിച്ചുകൊണ്ട് ആരോ പ്രയാസപ്പെട്ട് നടക്കുന്നതുപോലുള്ള ശബ്ദം. താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്കുള്ള കതക് ആരോ തുറന്നു. ആ ശബ്ദം തൻ്റെ മുറിക്ക് നേരെ വരുന്നതായി സ്ക്രൂജിന് അനുഭവപ്പെട്ടു. അതോടെ ആ ഒച്ച അയാളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നിരിപ്പോട് പൊടുന്നനെ ആളിക്കത്തുകയും പെട്ടെന്ന് തന്നെ കെട്ടുപോവുകയും ചെയ്തു. നെരിപ്പോടിൻ്റെ സ്ഥാനത്ത് മാർലി നിൽക്കുന്നതായിട്ടാണ് സ്ക്രൂജ് കണ്ടത്. ഒരു ചങ്ങലയിൽ മാർലിയുടെ ശരീരമാസകലം ബന്ധിക്കപ്പെട്ടിരുന്നു. പണപ്പെട്ടികൾ, താക്കോലുകൾ, പ്രമാണങ്ങൾ, കണക്ക് പുസ്തകങ്ങൾ തുടങ്ങിയവ ആ ചങ്ങലയിൽ കോർത്ത് കിടപ്പുണ്ടായിരുന്നു. "നീ ആരാണ്?" സ്ക്രൂജ് ആ രൂപത്തോട് ചോദിച്ചു. "ഞാൻ ആരാണെന്ന് നീ എന്നോട് ചോദിക്കുന്നോ?" ആ രൂപം ഒന്നലറി. "ഞാൻ മാർലിയാണ്, ജേക്കബ് മാർലി. നിന്റെ കച്ചവട സ്ഥാപനത്തിൽ പങ്കാളിയായിരുന്നവൻ." സ്ക്രൂജ് ആ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുപോയി. "നിന്നെ ആരാണിങ്ങനെ ബന്ധിച്ചത്?" സ്ക്രൂജ് വിറയലോടെ ചോദിച്ചു. "ഞാൻ സ്വയം എന്നെ ബന്ധിച്ചതാണ്. ഇതിൻ്റെ ഓരോ കണിയും ഞാൻ ജീവിച്ചിരുന്നപ്പോൾ ഞാൻ തന്നെ പണിതീർത്തതാണ്. അസൂയ, ദുരാഗ്രഹം, പിശുക്ക്, പക, പണക്കൊതി തുടങ്ങിയവയാണ് ഇതിൻ്റെ കണ്ണികൾ." പ്രേതം തുടർന്നു. "എടാ സ്ക്രൂജെ, നിന്നെയും ഇതുപോലൊരു ചങ്ങല ചുറ്റിക്കഴിഞ്ഞു. ആ ചങ്ങലയ്ക്കുള്ളിലാണ് വർഷങ്ങളായി നീ കഴിയുന്നത്. അതിൻ്റെ നീളവും കനവും ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് നീ അറിയുന്നില്ല. പക്ഷേ എനിക്കത് കാണാം." "എന്നെ ഭയപ്പെടുത്താതെ മാർലി," സ്ക്രൂജ് അപേക്ഷിച്ചു. "നിന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ അശക്തനാണ്. മനസ്സിന് ശാന്തി ലഭിക്കേണ്ടതായ മാർഗങ്ങൾ അവനവൻ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത്." പ്രേതം ചങ്ങല നിലത്താഞ്ഞടിച്ചു. തുടർന്ന് അത് പറയാൻ തുടങ്ങി. "ഞാൻ കുറേ കാലമായി നിന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കുകയായിരുന്നു. ചങ്ങലയിൽ നിന്നും ദുർവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ നിനക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അതറിയിക്കാനാണ് പരിശുദ്ധമായ ക്രിസ്മസ് കരോൾ രാത്രിയിൽ ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്." അത് കേട്ട് സ്ക്രൂജ് നന്ദി പ്രകടിപ്പിച്ചു. പ്രേതം വീണ്ടും പറഞ്ഞു, "രാത്രിയിൽ 3 ആത്മാക്കൾ നിന്നെ സന്ദർശിക്കാൻ വരും. ആദ്യത്തെ ആത്മാവ് നാളെ രാത്രി 1 മണിക്കും, രണ്ടാമത്തെ ആത്മാവ് രണ്ടാമത്തെ രാത്രിയിൽ 1 മണിക്കും, മൂന്നാമത്തെ ആത്മാവ് 3-ാം രാത്രിയിൽ 1 മണിക്കും നിന്റെ അടുത്ത് വന്നു ചേരും. അവർ നിനക്ക് തരുന്ന സൂചനകൾ അനുസരിച്ച് മേലെ നീ ജീവിക്കണം. ഇതുമാത്രമാണ് നിന്റെ രക്ഷയ്ക്കുള്ള ഏകമാർഗം." ഇനി മേലിൽ കാണുകയില്ലെന്ന് പറഞ്ഞ് പ്രേതം സ്ക്രൂജിൽ നിന്നും പിന്നോക്കം നടന്നു. അത് വാതിലിലേക്കുള്ള ഓരോ ചൂട് വയ്ക്കുമ്പോഴും വാതിൽ പയ്യെ പയ്യെ തുറന്നുകൊണ്ടിരുന്നു. വാതിൽ കടന്ന് പൊടുന്നിനെ പ്രേതം അപ്രത്യക്ഷനായി. വെളിയിൽ നിന്നും പല പ്രേതങ്ങളുടെയും ദീനസ്വരങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നി. സ്ക്രൂജ് ഉണർന്നു. നെരിപ്പോടിലെ തീ അപ്പോഴും പ്രകാശിക്കുന്നുണ്ട്. കിടക്കുന്ന അതേപടി അടഞ്ഞു തന്നെ അതിരിക്കുന്നു. ഇതുവരെ താൻ കണ്ടതെല്ലാം വെറും സ്വപ്നമായിരുന്നു. ഒരു ദുസ്വപ്നം. സ്ക്രൂജ് വീണ്ടും കിടക്കയിലേക്ക് വീണ് ഉറക്കത്തിലാണ്ടു. രാത്രിയിൽ വീണ്ടും സ്ക്രൂജ് ഞെട്ടി ഉണർന്നു. ഇരുളിൽ മുറിയുടെ ഭിത്തികൾ കാണാൻ കഴിഞ്ഞില്ല. സമയം 12 മണിയായെന്ന് ക്ലോക്കിലെ ശബ്ദമറിയിച്ചു. അത് അവിശ്വസനീയമായി സ്ക്രൂജിന് തോന്നി. മാർലിയെ സ്വപ്നം കണ്ടു കഴിഞ്ഞ് താൻ ഉറങ്ങാൻ കിടന്നപ്പോൾ രാത്രി 2 മണി കഴിഞ്ഞതാണ്. ഇപ്പോൾ രാത്രി 12 മണിയാകുന്നുവെങ്കിൽ നീണ്ട 22 മണിക്കൂർ
താൻ ഈ കിടക്കയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എഴുന്നേറ്റ് ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. ശക്തിയേറിയ തണുപ്പ്. ലണ്ടൻ പട്ടണമാകെ മൂടൽ മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. സ്ക്രൂജ് വീണ്ടും കിടക്കയിൽ പോയി വീണു. അങ്ങനെ 1 മണിക്കൂറോളം കഴിഞ്ഞു. ഉണർന്നു കിടന്ന സ്ക്രൂജ് സമയം കണക്കാക്കി. 1 മണിയായി കാണണം. ഒന്നാമത്തെ ആത്മാവ് സ്ക്രൂജിനെ സന്ദർശിക്കാൻ വന്നു ചേരുമെന്ന് മാർലിയുടെ പ്രേതം സ്വപ്നത്തിൽ പറഞ്ഞ സമയം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. പെട്ടെന്ന് മുമ്പിലുള്ള കർട്ടൻ ആരോ വലിച്ചു മാറ്റുന്നതായി സ്ക്രൂജിന് തോന്നി. വിചിത്ര തരത്തിലുള്ള ഒരു രൂപം അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു കുട്ടിയെ പോലെയായിരുന്നു. പക്ഷേ വൃദ്ധന്മാരുടേതുപോലെ മുടിയാകെ നരച്ചിരുന്നു. മുഖത്ത് വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ ഉണ്ടായിരുന്നില്ല. കൈകൾ നീളവും ബലവുമുള്ളതായി കാണപ്പെട്ടുവെങ്കിലും കാലുകൾ തീരെ ശോഷിച്ചതായിരുന്നു. പ്രകാശമേറിയ കിരീടവും അരപ്പട്ടയും ആ രൂപം ധരിച്ചിരുന്നു. അവയിൽ നിന്നും വെളിച്ചം വ്യാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു വശത്ത് പ്രകാശം തുള്ളിക്കളിക്കുമ്പോൾ മറുഭാഗത്ത് ഇരുട്ടായിരുന്നു. ഇരുളും വെളിച്ചവും ഇടകലർന്ന അവസ്ഥ. മാർലി പറഞ്ഞ ഒന്നാമത്തെ ആത്മാവാണോ താങ്കൾ? സ്ക്രൂജ് മടിച്ച് മടിച്ച് ചോദിച്ചു. അതെ എന്ന് മറുപടി കിട്ടി. രൂപം വളരെ അടുത്താണ് നിന്നിരുന്നെങ്കിലും മറുപടി അനുഭവപ്പെട്ടത് വിദൂരതയിൽ എവിടെ നിന്നോ വരുന്ന ഒരു സ്വരം പോലെയായിരുന്നു. ഞാൻ കഴിഞ്ഞു പോയ ക്രിസ്മസിന്റെ ആത്മാവാണ്. നിന്റെ നന്മയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നു, ആത്മാവ് പറഞ്ഞു. ആ രൂപം സ്ക്രൂജിന്റെ കയ്യിൽ പിടിച്ച് തന്റെ പിറകെ വരാൻ സ്ക്രൂജിനോട് ആവശ്യപ്പെട്ടു. സ്ക്രൂജിന് മടി തോന്നിയെങ്കിലും ആ നിർദ്ദേശം അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആത്മാവ് നടന്നു നീങ്ങിയപ്പോൾ ആരോ വലിച്ചിഴച്ചതുപോലെ പിമ്പെ സ്ക്രൂജ് നടന്നു. ഒരു ഗ്രാമത്തിലെ നടപ്പാതയിൽ അവർ എത്തിച്ചേർന്നു. വഴിയുടെ ഇരുവശത്തും വിശാലമായ വയലുകൾ സ്ക്രൂജ് കണ്ടു. താൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് അതെന്ന് സ്ക്രൂജിന് ബോധ്യമായി. ആശങ്കകളും സന്തോഷവും പുതുമണവും നിറക്കൂട്ടുകളും നിറഞ്ഞ ബാല്യകാല സ്മരണകൾ സ്ക്രൂജിന്റെ മനസ്സിൽ അലയടിച്ചു. അവർ സഞ്ചാരം തുടർന്നു. ആ സ്ഥലങ്ങളെല്ലാം സ്ക്രൂജിന് സുപരിചിതങ്ങളായിരുന്നു. വീടുകൾ, മരങ്ങൾ, പള്ളിയും ചന്തയും, ഉല്ലസിച്ചാർക്കുന്ന കുട്ടികൾ. ഒരിക്കൽ കൂടി അവയെല്ലാം സ്ക്രൂജ് കണ്ടു. പക്ഷേ അവയെല്ലാം പണ്ടുണ്ടായിരുന്നതിൻ്റെ നിഴലുകൾ മാത്രമായിരുന്നു. യഥാർത്ഥത്തിലുള്ള അവയുടെ സ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ളത് ചില കെട്ടിടങ്ങളും മറ്റുമാണെന്നും ആത്മാവ് ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ കാലത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു അത്. അവർ ഒരു വലിയ കെട്ടിടത്തിന്റെ മുമ്പിലെത്തി. അതൊരു പാഠശാലയായിരുന്നു. ചുറ്റുപാടും കാട് പിടിച്ച് കിടന്നിരുന്നു. കെട്ടിടം ആകെ നനഞ്ഞു കുതിർന്നതും അവിടെ ഇവിടെയായി പൊട്ടിപ്പൊളിഞ്ഞതുമായിരുന്നു. തണുത്തുറഞ്ഞൊരു മുറിയിലേക്കാണ് അവർ കടന്നു ചെന്നത്. നെരിപ്പോടിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഒരു കുട്ടി ഏകനായിരുന്നു വായിക്കുന്നത് കണ്ടു. മറ്റു കുട്ടികളെല്ലാം വീടുകളിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. അവിടെ കണ്ട ആ കുട്ടി ബാലനായ സ്ക്രൂജ് തന്നെയായിരുന്നു. തൻ്റെ ദയനീയമായ ബാല്യകാലം അയാളുടെ ഓർമ്മയിലെത്തി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ ഏങ്ങലടിച്ചുപോയി. സ്ക്രൂജ് കുറെ കൂടി വളർന്നു. അപ്പോഴും അതേ പാഠശാലയിൽ തന്നെ അയാൾ പഠനം തുടർന്നു. അയാൾ താമസിച്ചിരുന്ന മുറിയുടെ നിറം കൂടുതൽ മങ്ങി വൃത്തികെട്ടതായി. സ്ക്രൂജ് നിരാശയോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കണ്ടു. കുറെ കഴിഞ്ഞപ്പോൾ സ്ക്രൂജിനേക്കാൾ പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ആ മുറിയിലേക്ക് ഓടി വന്നു. അത് സ്ക്രൂജിന്റെ കൊച്ചു സഹോദരിയായിരുന്നു. അവൾ അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു. മറ്റു കുട്ടികളെല്ലാം ഉപേക്ഷിച്ചു പോയ ആ ജീർണിച്ച പാഠശാലയിൽ പഠനം തുടരേണ്ടി വന്ന സ്ക്രൂജിനെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടു പോകാനായിരുന്നു അവൾ വന്നത്. ആ കൊച്ചു പെങ്ങൾ സ്ക്രൂജിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയുടെ അമ്മയായപ്പോഴേക്കും അവൾ മരിച്ചുപോയി. അവളുടെ ഏകപുത്രനാണ് ഇന്ന് പകൽ തന്നെ ക്ഷണിക്കാൻ വന്നതെന്ന് സ്ക്രൂജ് ഓർത്തുപോയി. പൊടുന്നനെ സ്ക്രൂജിന്റെ പാറ പോലുള്ള മനസ്സ് ആർദ്രമായി. മനസ്സിൽ എവിടെയൊക്കെയോ വേദനയും വിള്ളലും തോന്നി. തൻ്റെ കൊച്ചു സഹോദരി തന്നെ സ്നേഹിച്ചിരുന്നതിൻ്റെ ഒരു ഭാഗം സ്നേഹം പോലും അവൾക്കോ മകനോ താൻ തിരികെ നൽകിയിട്ടില്ല എന്ന് ആദ്യമായി അയാൾ ഓർത്തു. സ്ക്രൂജും ആത്മാവും തിരക്കേറിയൊരു തെരുവിൽ എത്തിയിരുന്നു. യാത്രക്കാരും കുതിരവണ്ടികളും നിഴൽ പോലെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു വ്യവസായശാലയുടെ മുമ്പിലെത്തിയപ്പോൾ ആത്മാവ് നിന്നു. താൻ തൊഴിൽ പരിശീലനം നേടിയ സ്ഥലമാണ് അതെന്ന് സ്ക്രൂജ് തിരിച്ചറിഞ്ഞു. അവർ ഉള്ളിൽ കടന്നു.
തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ ഉടമസ്ഥനായിരുന്ന ഫെഡ്ഡിവിക് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഫെഡ്ഡിവിക് വൃദ്ധനായി കഴിഞ്ഞിരുന്നു. സ്ക്രൂജ് അവിടെ പരിശീലനം നടത്തുമ്പോൾ ഫെഡ്ഡിവിക് സുന്ദരനായ ഒരു യുവാവായിരുന്നു. അന്നത്തെ ക്രിസ്തുമസിന്റെ ഓർമ്മകൾ സ്ക്രൂജിന്റെ മനസ്സിലെത്തി. ക്രിസ്തുമസ് ആഘോഷിക്കാനുള്ള അവസരമെന്നായിരുന്നു ഫെഡ്ഡിവിക്കിന്റെ പ്രഖ്യാപനം. ക്രിസ്തുമസ് ദിനത്തിൽ എല്ലാ വർഷവും ഫെഡ്ഡിവിക് പരിശീലന കേന്ദ്രത്തിന് ഒഴിവ് നൽകിയിരുന്നു. മാത്രമല്ല, സ്വന്തം ചെലവിൽ ആഘോഷം നടത്തുകയും ചെയ്തിരുന്നു. ഫെഡ്ഡിവിക് ഗായകരെ ക്ഷണിച്ചു വരുത്തി കട അലങ്കരിച്ചു. അയാളുടെ ഭാര്യയും കുട്ടികളും ആഹ്ലാദത്തോടെ അതിഥികളെ സ്വീകരിച്ചു. സ്ക്രൂജ് ഉൾപ്പെടെ പരിശീലന കേന്ദ്രത്തിലുള്ളവർ പാൽക്കാരൻ, ബേക്കറിക്കാരൻ, വീട്ടുവേലക്കാരി, അടുത്ത വീടുകളിലെ ജോലിക്കാർ, അയൽക്കാർ, പ്രത്യേകിച്ചും സ്വപ്നങ്ങൾ നെയ്തിരുന്ന ചെറുപ്പക്കാർ, ഇവരൊക്കെയായി 20ഓളം പേരായിരുന്നു ഫെഡ്ഡിവിക്കിന്റെ ക്രിസ്മസ് അതിഥികൾ. വിഭവസമൃദ്ധമായ ഭക്ഷണവും നുരയുന്ന ബിയറും അതോടൊപ്പം സംഗീതത്തിന്റെ താളവും ഫെഡ്ഡിവിക്കിന്റെ വീട്ടിലെ ക്രിസ്മസ് സായാഹ്നത്തെ അവിസ്മരണീയമാക്കി. രാത്രി 11 മണിക്കായിരുന്നു അത് അവസാനിച്ചത്. ചെറിയ ചെലവിൽ ഇത്രയേറെ ആളുകൾക്ക് സന്തോഷം നൽകാൻ ഫെഡ്ഡിവിക്കിന് കഴിഞ്ഞത് നോക്കൂ, ആത്മാവ് പറഞ്ഞു. അതെ, ചെലവിന്റെ എത്രയോ ഇരട്ടി വിലയുള്ള ആഹ്ലാദം ഫെഡ്ഡിവിക് അതിഥികൾക്ക് നൽകി. സ്ക്രൂജും അത് അംഗീകരിച്ചു. പെട്ടെന്ന് സ്ക്രൂജ് നിശബ്ദനായി. മനസ്സിൽ വേദന തോന്നി. അന്ന് വൈകുന്നേരം തന്റെ ക്ലർക്ക് ബോബ് ക്രാറ്റ്ചിറ്റിനോട് താൻ എങ്ങനെയാണ് പെരുമാറിയതെന്ന് സ്ക്രൂജ് ചിന്തിച്ചുപോയി. എന്തുപറ്റി? ആത്മാവ് ചോദിച്ചു. ഹോ, ഒരു കാര്യം ഓർമ്മിക്കുകയായിരുന്നു. ഈ ക്രിസ്തുമസ് ദിവസം എന്റെ ക്ലർക്കിനോട് ഞാൻ നന്നായി പെരുമാറിയില്ലല്ലോ എന്ന കാര്യം. ദുഃഖത്തോടെ സ്ക്രൂജ് പറഞ്ഞു. ഹോ, ആത്മാവ് തിടുക്കം കൂട്ടി. നോക്കൂ, എനിക്ക് അനുവദിച്ച സമയം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ചില സ്ഥലങ്ങൾ കൂടി നമുക്ക് പോകാനുണ്ട്. വേഗം വരൂ. ഇത്തവണ ആത്മാവും സ്ക്രൂജും കൂടി ചെന്നെത്തിയ സ്ഥലത്ത് ഒരു യുവാവും യുവതിയും ഇരിക്കുന്നത് കണ്ടു. ചെറുപ്പകാലത്തെ സ്ക്രൂജ് തന്നെയായിരുന്നു ആ യുവാവ്. അയാളുടെ കണ്ണുകളിൽ അത്യാഗ്രഹം നീളിച്ചു തുടങ്ങിയിരുന്നു. ആ യുവതി അതീവ ദുഃഖിതയായി കാണപ്പെട്ടു. അവളുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു. ഒരു വിജന സ്ഥലത്തായിരുന്നു അവർ ഇരുന്നത്. അന്നും ഒരു ക്രിസ്തുമസ് ദിവസമായിരുന്നു. ക്രിസ്തുമസിന്റെ പ്രകാശം എല്ലായിടത്തും നിറഞ്ഞിരുന്നു. അവളുടെ സുന്ദരമായ മുഖത്ത് ദുഃഖം നിറഞ്ഞിരിക്കുന്നത് ആ വെളിച്ചത്തിൽ വ്യക്തമായിരുന്നു. ദാരിദ്ര്യത്തിൽ നമ്മൾ ഒന്നായിരുന്നു. ആ കാലം ദരിദ്രമായിരുന്നുവെങ്കിലും എത്രയോ സന്തോഷകരമായിരുന്നു. ഇടറിയ സ്വരത്തിൽ അവൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താണുണ്ടായത്? അയാൾ നീരസം ഭാവിച്ചു. പണമുണ്ടാക്കാനുള്ള അത്യാഗ്രഹം മാത്രമാണ് ഇന്ന് അങ്ങയിൽ കാണാനുള്ളത്. മനുഷ്യബന്ധങ്ങൾ അങ്ങ് മറന്നുപോയിരിക്കുന്നു. അവളുടെ സ്വരം ഇടറിയിരുന്നു. നിന്നോടുള്ള അടുപ്പത്തിന് ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ലല്ലോ, അയാൾ പറഞ്ഞു. അങ്ങ് വളരെ മാറിപ്പോയി. ഇന്ന് അങ്ങ് പണക്കാരനായി. അതിൻ്റെ ഒപ്പം ഞാൻ വരണമെങ്കിൽ എനിക്ക് ഭാരിച്ച സ്ത്രീധനം വേണം. അങ്ങ് എന്നെ വിവാഹം കഴിച്ചാലും സ്ത്രീധനം കിട്ടാതെ കല്യാണം കഴിച്ചതോർത്ത് അങ്ങ് ഭാവിയിൽ അസന്തുഷ്ടനാകുമെന്ന് എനിക്കറിയാം. അന്ന് നമ്മൾ പിരിയേണ്ടതായി വന്നേക്കും. അതൊഴിവാക്കാൻ ഇപ്പോൾ തന്നെ നമുക്ക് പിരിയാം. അയാൾ അവളെ ആശ്വസിപ്പിച്ചില്ല. അതിൻ്റെ അർത്ഥം അവൾ പറഞ്ഞതൊക്കെ ശരിയാണെന്നായിരുന്നുവല്ലോ. അവൾ ദുഃഖഭാരത്തോടെ നടന്നു നീങ്ങി. ഇപ്പോൾ ആ ഓർമ്മ അയാളെ വിവശനാക്കുന്നു. കഴിഞ്ഞുപോയ ക്രിസ്മസുകളുടെ ഓർമ്മയുണർത്തി എന്നെ ദുഃഖിപ്പിക്കരുത് എന്ന് സ്ക്രൂജ് വിലപിച്ചു. അയാൾ തളർന്നു പോയിരുന്നു. ഇനിയും ഒന്നുകൂടി മാത്രമേ നിന്നെ കാണിക്കാനുള്ളൂ. ആത്മാവ് സ്ക്രൂജിനെ വലിച്ചുകൊണ്ട് വീണ്ടും നീങ്ങി. ഇപ്പോൾ അവർ മറ്റൊരു രംഗത്ത് എത്തിയിരിക്കുന്നു. അത്ര വലുതല്ലാത്തൊരു മുറിയായിരുന്നു അത്. വലിയ അഴകില്ല. പക്ഷേ ആ മുറിയിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം നിറഞ്ഞിരിക്കുന്നു. സുന്ദരിയായൊരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നതാണ് ആദ്യം കണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഉപേക്ഷിച്ച യുവതിയാണതെന്ന് സ്ക്രൂജിന് തോന്നി. പക്ഷേ ആ തോന്നൽ ശരിയല്ലെന്ന് സ്ക്രൂജിന് ഉടൻ തന്നെ മനസ്സിലായി. സ്ത്രീധനത്തിന്റെ കുറവ് മൂലം താൻ തള്ളിക്കളഞ്ഞ സ്ത്രീ പിറകിലിരിക്കുന്നത് സ്ക്രൂജിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവരുടെ മകളായിരുന്നു മുമ്പിൽ കണ്ട യുവതി. ഇളയ കുട്ടികളും മുറിയിലുണ്ടായിരുന്നു. അവരുടെ ശബ്ദ കോലാഹലങ്ങൾ മുറിയിലാകെ നിറഞ്ഞിരുന്നു.
വാതിലിൽ ആരോ മുട്ടി. ഗൃഹനാഥനും പിന്നിലായി ഒരു ചുമട്ടുകാരനും മുറിക്കുള്ളിലേക്ക് കടന്നു. ക്രിസ്തുമസിനുള്ള വിഭവങ്ങളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുമായിരുന്നു ചുമട്ടുകാരൻ കൊണ്ടുവന്നത്. സമ്മാനങ്ങൾ കണ്ട് കുട്ടികൾ ആർപ്പ് വിളിച്ചു. ചിലർ കെട്ടിമറിഞ്ഞു. പിന്നീട് അത്താഴം കഴിച്ച് കുട്ടികൾ ഉറക്കമായി. ഗൃഹനാഥൻ ചാരുകസാരയിൽ ഇരിക്കുന്നു. അപ്പന്റെ കാൽമുട്ടിൽ തല ചായ്ച്ച് തറയിൽ മകൾ. അപ്പന്റെ സമീപത്തായി അമ്മയും നിലത്തിരിക്കുകയായിരുന്നു. ആ സ്ത്രീയെ താൻ ഉപേക്ഷിക്കാതിരുന്നുവെങ്കിൽ ഇതുപോലുള്ളൊരു മകൾ തനിക്കുണ്ടാവുകയും അവൾ തന്നെ അപ്പ എന്ന് വിളിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന ചിന്ത സ്ക്രൂജിന്റെ ഉള്ളിൽ നിറഞ്ഞു. അയാളുടെ മനസ്സ് നിശബ്ദമായി തേങ്ങി. ആ ഭർത്താവ് ഭാര്യയുടെ നേരെ നോക്കി പറഞ്ഞു, നിന്റെ ഒരു പഴയ കൂട്ടുകാരനെ ഇന്ന് ഞാൻ കണ്ടു. ആരെ? ഭാര്യ തിരക്കി. ഊഹിച്ചു പറയാമോ? ഓ, ഞാൻ എങ്ങനെ അറിയും? അവർ ചിരിച്ചുകൊണ്ട് ഓർത്തു നോക്കി. മനസ്സിലായി, മിസ്റ്റർ സ്ക്രൂജ് അല്ലേ? അതുതന്നെ, ഭർത്താവിൻ്റെ മറുപടി. ഞാൻ അയാളുടെ ഓഫീസിനടുത്തുകൂടി കടന്നുപോയി. ജനൽ തുറന്നു കിടക്കുന്നതുകൊണ്ട് അകത്തേക്ക് നോക്കി. അയാളുടെ ബിസിനസ് പങ്കുകാരനായ മാർലി മരണക്കിടക്കയിൽ കിടക്കുന്നത് കണ്ടു. സ്ക്രൂജ് ആരുമില്ലാത്തവനെ പോലെ തല കുനിച്ചിരിക്കുന്നതും കണ്ടു. 7 കൊല്ലം മുമ്പ് മാർലി അസുഖമായി കിടന്ന കാലത്തെ പറ്റിയാണ് അയാൾ പറഞ്ഞത്. പാവം സ്ക്രൂജ്, ജീവിക്കാൻ മറന്നുപോയി. അയാൾ വീണ്ടും പറഞ്ഞു. ഹോ, ക്രിസ്തുമസിന്റെ ആത്മാവെ, സ്ക്രൂജ് വിലപിച്ചു. നമുക്കിവിടെ നിന്നും പോകാം. എനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണിതല്ല. ഇതൊക്കെ കഴിഞ്ഞ സംഭവങ്ങളുടെ പ്രതിഫലനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇവയത്രയും സത്യമാണ്. അതിനെന്തിന് എന്നോട് ദേഷ്യപ്പെടുന്നു? ഇത് കേട്ടപ്പോൾ സ്ക്രൂജ് അലമുറയിട്ടു. അപ്പോഴാണ് ആ രൂപത്തിന്റെ മുഖം അയാൾ കണ്ടത്. സ്ക്രൂജിന് പരിചയമുള്ളവരുടെ ഒക്കെ ഛായ ആ രൂപത്തിന്റെ മുഖത്തിനുണ്ടായിരുന്നു. ആ രൂപത്തിൽ നിന്ന് പുറപ്പെട്ടിരുന്ന പ്രകാശത്തെ തല്ലിക്കെടുത്താൻ സ്ക്രൂജ് ശ്രമിച്ചു നോക്കി. പക്ഷേ അതാളിക്കത്തിയതേ ഉള്ളൂ. എന്നാൽ താൻ മുറിക്ക് വെളിയിലെങ്ങും പോയിട്ടില്ലെന്നും തന്റെ മുറിയിൽ തന്നെയാണെന്നും സ്ക്രൂജ് തിരിച്ചറിഞ്ഞു. ഇത്രയും സമയം കണ്ടതും അനുഭവിച്ചതുമൊക്കെ മനസ്സിന്റെ വിഭ്രാന്തികളായിരുന്നുവോ? തന്റെ തലയിലിരിക്കുന്ന തൊപ്പി അയാൾ ഊരിയെടുത്ത് ചുരുട്ടിയെറിഞ്ഞു. അപ്പോഴേക്കും അയാൾക്ക് ബോധം മറയുന്നതുപോലെ തോന്നി. അയാൾ അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എപ്പോഴോ ഉറക്കം മുറിഞ്ഞ് സ്ക്രൂജ് ഉണർന്നു. സമയം രാത്രി 1 മണി തന്നെ. രണ്ടാമത്തെ ആത്മാവ് വരാനുള്ള സമയമായിരിക്കുന്നു. അയാൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന് കർട്ടനുകളെല്ലാം മാറ്റി നോക്കി. ആത്മാവിന്റെ അടയാളങ്ങൾ എങ്ങും കണ്ടില്ല. തണുപ്പും ഉത്കണ്ഠയും മൂലം അയാൾ വിറച്ചു. അപ്പോൾ ശക്തിയേറിയൊരു മിന്നൽ പ്രവാഹം സ്ക്രൂജിന്റെ കിടക്കയിലേക്കുണ്ടായി. കണ്ണെഞ്ചിക്കുന്നൊരു വെളിച്ചം അടുത്ത മുറിയിൽ നിന്നായിരുന്നു വന്നത്. അയാൾ ആ മുറിയെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. സ്ക്രൂജ്, കടന്നു വരൂ. ആ ക്ഷണം അടുത്ത മുറിയിൽ നിന്നാണ് ഉയർന്നത്. അത് സ്ക്രൂജിന്റെ മുറി തന്നെയായിരുന്നു. മുറിയിൽ കടന്ന സ്ക്രൂജ് അതിശയിച്ചു പോയി. ഭിത്തികൾ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. തോരണങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നു. മഞ്ഞപ്പൂക്കളും ചുമപ്പ് ചെടികളും മുറിയിൽ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ മിന്നിത്തിളങ്ങുന്ന പതക്കങ്ങൾ. തറയിൽ ക്രിസ്തുമസ് ഭക്ഷണത്തിനുള്ള വിഭവങ്ങൾ. കൽക്കണ്ടം, പലതരം ഇറച്ചികൾ, ഓറഞ്ചുകൾ, ആപ്പിളുകൾ, കേക്കുകൾ. മുറിയിൽ ഒരു സിംഹാസനം ഇട്ടിരിക്കുന്നു. അതിൽ തിളങ്ങുന്ന ദണ്ഡുമായി ഒരു ഭീമാകാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. രാക്ഷസനെ പോലുള്ള അയാളുടെ ആകാരത്തിന്റെ വലിപ്പം കണ്ട് സ്ക്രൂജ് ഭയന്നു വിറച്ചുപോയി. ഞാൻ ഈ വർഷത്തെ ക്രിസ്തുമസിന്റെ ആത്മാവാണ്. എന്നെ കണ്ട് പേടി വേണ്ട. എങ്ങനെയോ ധൈര്യം സംഭരിച്ച് സ്ക്രൂജ് തല ഉയർത്തി നോക്കി. രാക്ഷസ ശരീരക്കാരൻ ധരിച്ചിരിക്കുന്നത് പച്ച നിറമുള്ള ഒരു കുപ്പായമായിരുന്നു. അതിൻ്റെ അരികുകളിൽ വെള്ളക്കിന്നിരി പിടിപ്പിച്ചിരുന്നു. മാറിടം തുറന്നു കിടക്കുന്നു. പാദങ്ങൾ നഗ്നങ്ങളായിരുന്നു. തലയിൽ ഒരു പുഷ്പകിരീടം. പ്രശാന്തതയും പ്രസന്നതയും നിറഞ്ഞ മുഖഭാവം. അരയിൽ തുരുമ്പ് പിടിച്ചു തുടങ്ങിയ ഒരു വാളുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ വാൾ ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലത്തെ ഒരു രൂപത്തെ നീ ഇതുവരെ കണ്ടിരിക്കില്ല, അല്ലേ? ഇല്ലില്ല, ഒരിക്കൽ പോലുമില്ല. സ്ക്രൂജ് അപ്പോഴും ഭയന്ന് വിറച്ചു. എൻ്റെ സഹോദരന്മാരെയും നീ കണ്ടിരിക്കില്ല,
ആത്മാവ് പറഞ്ഞു. ഇല്ല. അവർ എത്ര പേരുണ്ട്? ഞങ്ങളുടെ കുടുംബം വളരെ വലുതാണടോ. ഓരോ ക്രിസ്തുമസിനും എന്നെ പോലെ ഓരോ ആത്മാവുണ്ട്. അവരാണ് എൻ്റെ സഹോദരന്മാർ. ഇപ്പോൾ 1800 പരം ക്രിസ്തുമസുകൾ കഴിഞ്ഞില്ലേ? എൻ്റെ മൂത്ത സഹോദരന്മാരുടെ എണ്ണം അതുതന്നെയാണ്. ഹോ, ഒരു വലിയ കുടുംബം തന്നെ. ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ആത്മാവെ, എന്നെ കൂടി കൊണ്ടുപോയാലും. കഴിഞ്ഞ രാത്രിയിൽ 1ാമത്തെ ആത്മാവ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ എനിക്ക് പല നല്ല കാര്യങ്ങളും മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞു. അതുപോലെ നല്ല പാഠങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരാനുണ്ടെങ്കിൽ എന്നെ കൂടി കൊണ്ടുപോയാലും. ഹാ, എൻ്റെ ഉടുപ്പിൽ പിടിച്ചുകൊള്ളൂ, ആത്മാവ് സ്ക്രൂജിനോട് പറഞ്ഞു. അത് കേട്ടപാടെ സ്ക്രൂജ് ആത്മാവിൻ്റെ ഉടുപ്പിൽ പിടിച്ചു. പൊടുന്നനെ ആത്മാവിനോടൊപ്പം സ്ക്രൂജ് ഉയർന്നു പൊങ്ങി. അവർ നിന്നിരുന്ന മുറിയിൽ നിന്നും വളരെ അകലത്തെത്തി. സമയം പുലർക്കാലം. അവർ ലണ്ടനിലെ തെരുവുകളിലെത്തിയിരുന്നു. അത് ക്രിസ്തുമസ് പ്രഭാതമായിരുന്നു. കടകൾ മിക്കതും രാത്രിയിൽ അടച്ചിരുന്നതേയില്ല. അവ തുറന്നു തന്നെയിരുന്നു. അപ്പോഴും തിരക്കായി വിൽപ്പന നടക്കുന്നുണ്ട്. എല്ലായിടത്തും ക്രിസ്തുമസിൻ്റെ ആകർഷണം. പഴങ്ങളുടെയും മസാലകളുടെയും ഗന്ധം മൂക്കിൽ തുളച്ചു കയറുന്നു. മഞ്ഞിൻ്റെ അരുവികൾ പുരമുകളിൽ നിന്ന് താഴേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരുന്നു. റോഡിൽ നിന്നും മഞ്ഞുകട്ടകൾ മനുഷ്യർ കോരി മാറ്റിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. തെരുവിൽ കാണപ്പെട്ടവരെല്ലാം പുതിയ ഉടുപ്പുകൾ അണിഞ്ഞിരുന്നു. ആഹ്ലാദഭരിതരായി ജനങ്ങൾ പള്ളിയിലേക്ക് പ്രവഹിക്കുന്നു. വീടുകളിലേക്ക് ഇറച്ചി പൊരിച്ചെടുക്കാൻ സൗകര്യമില്ലാത്ത പാവങ്ങൾ ഇറച്ചിപ്പൊതികളുമായി അതിനിടയിലും ബേക്കറികളിലേക്ക് ഓടി. ക്രിസ്തുമസിൻ്റെ ആത്മാവ് തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പാത്രത്തിൽ നിന്നും സുഗന്ധം പരത്തുന്ന ജലകണങ്ങൾ ആ പാവങ്ങളുടെ ഭക്ഷണക്കെട്ടുകളിലേക്ക് വർഷിച്ചു. അവർ വീണ്ടും മുന്നോട്ടു പോയി. ക്രിസ്തുമസിൻ്റെ ആത്മാവും സ്ക്രൂജും മറ്റുള്ളവർക്ക് അദൃശ്യരായിരുന്നു. അവർ നഗരത്തിന് വെളിയിലെത്തി. അവിടെ എത്തിയപ്പോൾ ക്രിസ്തുമസ് ആത്മാവിൻ്റെ ഭീമശരീരം തീരെ ചെറുതായി. അവിടെയുള്ള ഒരു കൊച്ചു കുടിലിനുള്ളിലേക്ക് അവർ കടന്നു ചെന്നു. സ്ക്രൂജിൻ്റെ ക്ലർക്ക് ബോബ് ക്രാറ്റ്ചിറ്റിൻ്റെ വീടായിരുന്നു അത്. അവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. 15 ഷില്ലിംഗ് ആണല്ലോ ബോബ് ക്രാറ്റ്ചിറ്റിൻ്റെ ഒരാഴ്ചത്തെ ശമ്പളം. അവരുടെ നിത്യജീവിതവും എല്ലാ ആഘോഷങ്ങളും നടത്തേണ്ടിയിരുന്നത് തുച്ഛമായ ആ വരുമാനം കൊണ്ടായിരുന്നു. അവർ ബോബിൻ്റെ ഭാര്യയെ കണ്ടു. എന്നാൽ ബോബ്, കൊച്ചുമകൻ ടിം, മൂത്ത മകൾ മാർത്ത എന്നിവരെ കണ്ടില്ല. മറ്റു മക്കൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഉടുപ്പുകൾ വളരെ പഴയതായിരുന്നു. പഴകിയ ഒരു ഉടുപ്പാണ് മിസ്സിസ് ക്രാറ്റ്ചിറ്റ് ധരിച്ചിരുന്നത്. ബോർഡറുകൾ തുന്നിപ്പിടിപ്പിച്ച് അത് മോടിയാക്കുവാൻ അവർ ശ്രമിച്ചിരുന്നു. 2ാമത്തെ മകൾ പാചകം ചെയ്യുന്നതിൽ അമ്മയെ സഹായിക്കുകയായിരുന്നു. അവളുടെ ഉടുപ്പാകട്ടെ കീറി തുടങ്ങിയതായിരുന്നു. എങ്കിലും റിബണുകൾ തുന്നിച്ചേർത്ത് അത് ഉറപ്പും ഭംഗിയും ഉള്ളതാക്കി മാറ്റിയിരുന്നു. മൂത്ത മകൻ വീട്ടുകാര്യങ്ങൾ ശരിയാക്കുന്ന തിരക്കിലായിരുന്നു. അവന് ഉടുപ്പുണ്ടായിരുന്നില്ല. അപ്പൻ്റെ ഒരു പഴയ കുപ്പായമാണ് അവൻ ധരിച്ചിരുന്നത്. പ്രായത്തിൽ കവിഞ്ഞ ചുമതലാബോധം അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. ഇളയ കുട്ടികൾ ഓടിക്കളിക്കുന്നു. മൂത്ത മകൾ മാർത്ത തലേ ദിവസം ഒരു തയ്യൽ കടയിൽ ജോലിക്ക് പോയതാണ്. അവൾ ഇനിയും വന്നു ചേർന്നിട്ടില്ല. അമ്മയ്ക്ക് ഉത്കണ്ഠയായി. മാർത്ത വന്നില്ലല്ലോ. അമ്മ കൂടെ കൂടെ പറഞ്ഞു. അമ്മേ, ദേ ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മാർത്ത വന്നു ചേർന്നു. തുന്നൽ കടയിൽ വലിയ ജോലി തിരക്കായിരുന്നു. അമ്മേ, അതാണ് എനിക്ക് ഇന്നലെ വരാൻ കഴിയാതിരുന്നത്, അവൾ വിശദീകരിച്ചു. അതാ അപ്പനും കൊച്ചു ടീമും വരുന്നു. കൊച്ചുകുട്ടികൾ അപ്പനെയും സഹോദരനെയും ചൂണ്ടിക്കാട്ടി. ബോബ് ക്രാറ്റ്ചിറ്റിൻ്റെ തോളിലായിരുന്നു കൊച്ചു ടീം. അവൻ്റെ കാലുകൾക്ക് തളർവാദം പിടിപെട്ട സ്വാധീനമില്ലായിരുന്നു. ഊന്നുവടിയുടെ സഹായത്തോടെ കഷ്ടിച്ച് നടക്കാനേ അവന് കഴിയുമായിരുന്നുള്ളൂ. അവനോട് എല്ലാവർക്കും സഹതാപമുണ്ടായിരുന്നു. പാവം കൊച്ചുകുട്ടി. ബോബ് ക്രാറ്റ്ചിറ്റ് ചിന്താകുലനായിരുന്നു. അയാൾ പറഞ്ഞു. കൊച്ചു ടീമിനെ പള്ളിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായെന്ന് ടീം പറഞ്ഞു. മുടന്തന് നടത്തുകയും കുരുടൻ്റെ കണ്ണുകൾ സൗഖ്യമാക്കുകയും ചെയ്ത യേശുവിനെ ജനങ്ങൾ അപ്പോൾ ഓർമ്മിച്ചു കാണും. അത് പറഞ്ഞപ്പോൾ ബോബിൻ്റെ സ്വരം ഒന്നിടറി. അവർ ഭക്ഷണത്തിലിരുന്നു.
ആദ്യം വാത്തിറച്ചി കൊണ്ടുള്ള കറിയാണ് വിളമ്പിയത്. ഒരു ചെറിയ ട്രയൽ കൊള്ളുന്നതേ അതുണ്ടായിരുന്നുള്ളൂ. എങ്കിലും അവർ വളരെ സംതൃപ്തരായിരുന്നു. പിന്നീട് പുഡിങ്ങും വിളമ്പി. ഭക്ഷണത്തിനു ശേഷം അവർ നെരിപ്പോടിന് ചുറ്റുമിരുന്നു. മേശയിൽ പഴങ്ങൾ അടുക്കി വെച്ചു. ജഗ്ഗിൽ നിന്നും ഗ്ലാസുകളിലേക്ക് പാനീയം പകർന്നുകൊണ്ട് ബോബ് എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. ഏറ്റവും ഒടുവിലായി കൊച്ചു ടിം പറഞ്ഞു, ദൈവം നമ്മെ എപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. സ്ക്രൂജ് എല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. കൊച്ചു ടിമ്മിൻ്റെ ദയനീയാവസ്ഥ അയാളുടെ മനസ്സിനെ ആർദ്രമാക്കി. ക്രിസ്മസ് ആത്മാവിനോട് അയാൾ ചോദിച്ചു, ഈ കൊച്ചു ടീം ജീവിക്കുമോ? ക്രിസ്മസ് ആത്മാവ് മറുപടി പറഞ്ഞു, ഈ സ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ ആ കുട്ടി മരിച്ചു പോകും. ഹോ, ഇല്ലില്ല, സ്ക്രൂജ് ആവേശത്തോടെ പറഞ്ഞുപോയി. അങ്ങനെ പറയരുതേ, അവൻ ജീവിക്കൂ എന്ന് പറയൂ. ജീവിക്കാൻ പണമില്ലാത്തവർ മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെയെങ്കിലും ജനപ്പെരുപ്പം കുറയട്ടെ. സ്ക്രൂജ് തലേ ദിവസം പറഞ്ഞ വാക്കുകൾ ക്രിസ്തുമസ് ആത്മാവ് ആവർത്തിച്ചു. അത് കേട്ടപ്പോൾ സ്ക്രൂജിന് കുറ്റബോധവും ദുഃഖവും തോന്നി. അപ്പോൾ ബോബ് സംസാരിക്കുന്നത് കേട്ടു. മിസ്റ്റർ സ്ക്രൂജിൻ്റെ ബഹുമാനാർത്ഥം ഞാൻ ഈ വിരുന്നൊരുക്കുന്നു. തൻ്റെ പേര് പറയുന്നത് കേട്ടപ്പോൾ സ്ക്രൂജ് തല ഉയർത്തിപ്പിടിച്ച് ശ്രദ്ധിച്ചു. പക്ഷേ സ്ക്രൂജിൻ്റെ പേരിൽ ആ ക്രിസ്തുമസ് ഉപചാരം നടത്തിയത് ബോബിൻ്റെ ഭാര്യയ്ക്ക് സഹിക്കാനായില്ല. പുച്ഛവും വെറുപ്പും നിറഞ്ഞ സ്വരത്തിൽ ആ സ്ത്രീ ആക്രോശിച്ചു. അയാൾ ആ സ്ക്രൂജ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ പകുതി മുറിച്ച് അയാൾക്ക് ഞാൻ കൊടുത്തേനെ. അയാൾ അതും തിന്നും. ഈ ക്രിസ്തുമസ് ദിവസം ഇത്തരമൊരു നന്ദി കെട്ടവനെ ബഹുമാനിക്കുകയാണോ? മിസ്സിസ് ക്രാറ്റ് അതും പറഞ്ഞ് വിതുമ്പി. ഷേ, ബോബ് ഭാര്യയെ വിലക്കി. ഒരു നല്ല ദിവസമായിട്ട് നീ ഇങ്ങനെ. ആ രംഗം ശാന്തമായതുപോലെ തോന്നി. എല്ലാവരും പാനീയം കഴിച്ചു. പക്ഷേ ആഹ്ലാദം തണുത്തുപോയിരുന്നു. ക്രിസ്തുമസിൻ്റെ ആത്മാവ് സ്ക്രൂജിനെയും കൊണ്ട് വീണ്ടും മുമ്പോട്ട് പോയി. പിന്നീട് അവർ ചെന്നെത്തിയത് ഖനിത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നു. ആ വീടുകൾ വെറും മണ്ണും കല്ലും കൊണ്ട് കെട്ടിയ കുടിലുകളായിരുന്നു. എങ്കിലും എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ആഹ്ലാദത്തിലാണ്. ഒരു പഴയ ക്രിസ്തുമസ് പാട്ട് ആരോ പാടിക്കൊണ്ടിരുന്നു. സ്ക്രൂജിൻ്റെയും ആത്മാവിൻ്റെയും യാത്ര കടലിൻ്റെ മുകളിലായി. സമുദ്രത്തിലെ വിളക്കുമാടത്തിൻ്റെ ചൂട്ടിൽ 2 കാവൽക്കാർ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും കണ്ടു. വീണ്ടും അവർ യാത്ര തുടർന്നു. പുറംകടലിൽ നങ്കൂരമിട്ട് കിടക്കുന്നൊരു കപ്പലിൽ അവർ ചെന്നെത്തി. കപ്പലിൽ നിന്നും ക്രിസ്തുമസ് ഗാനങ്ങൾ ഉയരുന്നു. അതിനിടയിൽ ഒരു ചിരിയുടെ ശബ്ദവും കേട്ടു. ആ ചിരി സ്വന്തം അനന്തരവൻ്റേതാണെന്ന് സ്ക്രൂജ് തിരിച്ചറിഞ്ഞു. തൻ്റെ അനന്തരവൻ ഫ്രെഡിൻ്റെ ചിരി. ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കാൻ തന്നെ ക്ഷണിച്ച അനന്തരവൻ. ഹാ ഹാ, ഫ്രെഡ് ചിരിച്ചു. എൻ്റെ അമ്മാവൻ പറഞ്ഞത് എന്താണെന്നോ? ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഒരു കാപട്യമാണെന്നാണ്. അതിൽ അമ്മാവൻ പങ്കെടുക്കില്ലെന്ന്. എനിക്ക് തോന്നുന്നത് അമ്മാവൻ സ്വന്തം തെറ്റുകളുടെ ശിക്ഷ അനുഭവിക്കുകയാണെന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് സഹതാപമേ ഉള്ളൂ. ഫ്രെഡി, ഭാര്യ, അവരുടെ സഹോദരിയും മറ്റ് ചില സ്ത്രീകളും ഫ്രെഡിൻ്റെ സ്നേഹിതർ, ഇങ്ങനെ സാമാന്യം വലിയൊരു സദസ്സായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഫ്രെഡിയുടെ വിവരണം കേട്ട് അവരെല്ലാം ആർത്തു ചിരിച്ചു. അങ്ങേരോട് എനിക്ക് യാതൊരു ഭയവുമില്ല. അയാൾ ചെയ്യുന്നതിൻ്റെ ഒക്കെ ശിക്ഷ അയാൾ അനുഭവിക്കും. ഫ്രെഡിയുടെ ഭാര്യയാണ് അത് പറഞ്ഞത്. അദ്ദേഹം സമ്പന്നനാണ്. പക്ഷേ ആ പണം കൊണ്ട് അയാൾക്ക് പോലും ഒരു പ്രയോജനവുമില്ല. നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ അയാൾക്കില്ല. മാറാനെ പിടിച്ച പഴയ വീട്ടിൽ തന്നെത്താൻ കഴിയുന്നു. ആർക്കും ഒരു നന്മയും ചെയ്യാത്ത മനുഷ്യൻ. ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറഞ്ഞു. സ്ക്രൂജിനോട് സഹതാപമുണ്ടെന്ന് പറഞ്ഞ ഏക വ്യക്തി ഫ്രെഡി മാത്രമായിരുന്നു. കൊച്ചു വർത്തമാനങ്ങൾക്കിടയിൽ അവർ ചായ കുടിച്ചുകൊണ്ടിരുന്നു. ഒരു സംഗീത പരിപാടിയായിരുന്നു പിന്നെ അവിടെ നടന്നത്. ഫ്രെഡി നന്നായി പാടി. ഭാര്യ വയലിൻ വായിച്ചു. ചെറുപ്പകാലത്ത് തൻ്റെ കൊച്ചു പെങ്ങൾ, അതായത് ഫ്രെഡിൻ്റെ അമ്മ, പാടി നടന്ന ആ ഗാനം ഇപ്പോൾ ഫ്രെഡി ശ്രുതി മധുരമായി ആലപിക്കുന്നത് കേട്ടപ്പോൾ സ്ക്രൂജിൻ്റെ മനസ്സ് വീണ്ടും ആർദ്രമായി.
അവർ സ്ക്രൂജിനെ പിന്നെയും കളിയാക്കിക്കൊണ്ടിരുന്നു. സ്ക്രൂജിന്റെ മണ്ടത്തരങ്ങളെപ്പറ്റി പറഞ്ഞ് അവർ രസിച്ചു. ഫ്രെഡി ഒരു കടങ്കഥ പറഞ്ഞു. അപകടകാരിയായ ഒരു മൃഗം. അത് ഇണങ്ങാത്തതാണ്. ചവിട്ടുകയും തൊഴിക്കുകയും മുക്രയിടുകയും ചെയ്യും. ആ മൃഗം ലണ്ടനിലുണ്ട്. അതിനെ ആരും ശ്രദ്ധിക്കാറില്ല, തീറ്റ കൊടുക്കാറില്ല. മൃഗശാലയിൽ അതില്ല. ഇറച്ചിക്കടക്കാർക്ക് അതിന് വേണ്ട. അത് കുതിരയല്ല, പശുവല്ല, കാളയല്ല, കഴുതയോ കരടിയോ അല്ല. എന്താണ് ആ മൃഗത്തിന്റെ പേരെന്ന് പറയാമോ? സദസ്സിൽ കൂടിയിരുന്നവരെല്ലാം ഗൗരവമായി ആലോചിച്ചു നോക്കി. ഓരോരുത്തരുടെയും മറുപടി വങ്കത്തരം നിറഞ്ഞതായിരുന്നു. ഒടുവിൽ ഫ്രെഡിന്റെ ഭാര്യ സഹോദരി വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ അങ്കിൾ, സ്ക്രൂജ് അങ്കിൾ. ആ മറുപടി ശരിയാണെന്ന് ഫ്രെഡി സമ്മതിച്ചു. സ്ക്രൂജ് എല്ലാവരെയും രസിപ്പിച്ചതിനാൽ ഇന്നത്തെ പാനോപചാരം സ്ക്രൂജിന്റെ പേരിൽ തന്നെയാകാൻ സദസ്സ് തീരുമാനിച്ചു. വീഞ്ഞു നിറഞ്ഞ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ച് ഫ്രെഡി ആദ്യം പറഞ്ഞു, എൻ്റെ സ്ക്രൂജ് അങ്കിളിന്. അതെ, സ്ക്രൂജ് അങ്കിളിന്. മറ്റുള്ളവർ ഏറ്റുപറഞ്ഞു. അത് കേട്ട് സ്ക്രൂജ് സന്തുഷ്ടനായി. ക്രിസ്തുമസ് ആത്മാവ് സമ്മതിച്ചിരുന്നുവെങ്കിൽ ആ സദസ്സിനോട് നന്ദി പറയാൻ പോലും സ്ക്രൂജ് സന്നദ്ധനായിരുന്നു. പക്ഷേ അയാളെയും കൊണ്ട് ക്രിസ്തുമസിന്റെ ആത്മാവ് അവിടെ നിന്നും യാത്രയായി. അനാഥാലയങ്ങൾ, ആശുപത്രികൾ, ജയിലുകൾ, അഭയാർത്ഥി കൂടാരങ്ങൾ, അവിടെയെല്ലാം ക്രിസ്തുമസിന്റെ ആത്മാവ് കടന്നു ചെന്ന് എല്ലായിടത്തും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. തൻ്റെ ആദർശം എന്താണെന്ന് ആത്മാവ് സ്ക്രൂജിനെ മനസ്സിലാക്കി. പ്രതീക്ഷയുള്ളിടത്ത് ആഹ്ലാദവും സഹതാപമുള്ളവർക്ക് സമാധാനവുമുണ്ട്. അതൊരു നീണ്ട രാത്രിയായിരുന്നു. എന്തോ അങ്ങയുടെ ഉടുപ്പിൽ നിന്നും പുറത്തേക്ക് വരുന്നു, സ്ക്രൂജ് ആത്മാവിനോട് പറഞ്ഞു. ആത്മാവ് തൻ്റെ കുപ്പായത്തിനുള്ളിൽ നിന്നും 2 കുട്ടികളെ പുറത്തെടുത്തു. 2 പേക്കോലങ്ങൾ. അവ മെലിഞ്ഞ് എല്ലും തോലുമായി കഴിഞ്ഞിരുന്നു. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നു അത്. സ്ക്രൂജ് പിന്നോക്കം മാറി നിന്നുകൊണ്ട് ചോദിച്ചു, ആത്മാവേ, ഈ കുട്ടികൾ അങ്ങയുടേതാണോ? എൻ്റെയല്ല, ഇവർ മനുഷ്യകുട്ടികൾ തന്നെ. ഇവർക്ക് വീടും ഭക്ഷണവുമില്ലേ? സ്ക്രൂജ് വീണ്ടും ചോദിച്ചു. എന്തിനാണ് ഇവർക്ക് വീടും ഭക്ഷണവും? ആത്മാവ് തിരിച്ചു ചോദിച്ചു. ഇവരെ പിടിച്ചിടാൻ ജയിലറകളില്ലേ, പണിശാലകളില്ലേ? അതിനൊക്കെ പറ്റിയ നിയമങ്ങൾ നാട്ടിൽ നിലവിലില്ലേ? തലേ ദിവസം സ്ക്രൂജ് പറഞ്ഞ നിർദ്ധേയമായ വാക്കുകൾ ആത്മാവ് ആവർത്തിച്ചു. 12 മണി അടിക്കാൻ തുടങ്ങി. എൻ്റെ ഇവിടുത്തെ ജീവിതം ഇതാ അവസാനിക്കുന്നു, ആത്മാവ് പറഞ്ഞു. നൊടിയിടയിൽ ആത്മാവ് വൃദ്ധനായി. മുടിയാകെ വെളുത്തു നരച്ചു. 12 മണിയുടെ അവസാനത്തെ ശബ്ദമുയർന്നതോടെ ആത്മാവ് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. സ്ക്രൂജ് അവിടെ തന്നെ നിന്നു. അതാ മറ്റൊരാത്മാവ് അടുത്തു വരുന്നു. വിചിത്രമായൊരു തുണി കൊണ്ട് ഈ പുതിയ ആത്മാവ് ശിരസും ശരീരവും ആകെ മൂടിയിരുന്നു. തറയിലൂടെ ഒരു മഞ്ഞുകട്ട നീങ്ങി വരുന്നത് പോലെയാണ് അത് വന്നുകൊണ്ടിരുന്നത്. കടും കറുപ്പ് നിറമുള്ളൊരു കുപ്പായമാണ് 3ാമത്തെ ആത്മാവ് ധരിച്ചിരുന്നത്. തലനാരിഴ മുതൽ പാദം വരെ അത് കറുത്ത വസ്ത്രം കൊണ്ട് മൂടിയിരുന്നു. മുന്നിലേക്ക് ഒരു കൈ നീട്ടിപ്പിടിച്ചിരുന്നുവെങ്കിലും അതും വസ്ത്രത്തിനുള്ളിൽ തന്നെയായിരുന്നു. നീട്ടിപ്പിടിച്ച കയ്യിൽ വിരലുകൾ മാത്രമേ വെളിയിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. ആത്മാവ് അടുത്തെത്തി. അതിൻ്റെ മുന്നിൽ സ്ക്രൂജ് മുട്ടുകുത്തി നിന്നു. എന്നിട്ട് തിരക്കി, അങ്ങ് വരും വർഷത്തിലെ ക്രിസ്തുമസിന്റെ ആത്മാവാണോ? ആത്മാവ് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നാൽ അതിൻ്റെ ഒരു കൈ അപ്പോഴും മുമ്പോട്ട് തന്നെയിരുന്നു. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ നിഴലുകൾ അങ്ങനെ കാണിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്ക്രൂജിന്റെ ആ ചോദ്യത്തിനും ആത്മാവ് മറുപടി നൽകിയില്ല. പക്ഷേ കുപ്പായത്തിന്റെ തലഭാഗമൊന്ന് ഇളകിയതുപോലെ തോന്നി. ആത്മാവ് നീങ്ങി തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ അവർ നഗരത്തിന്റെ കേന്ദ്രഭാഗത്തിൽ എത്തിച്ചേർന്നു. അവിടം കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവരുടെ കലവിലയുള്ള സംഭാഷണം സ്ക്രൂജ് കേട്ടു. ആരുടെയോ മരണത്തെപ്പറ്റി അവർ സംസാരിക്കുകയായിരുന്നു. അയാൾ മരിച്ചു, കൂടുതലൊന്നും അറിയില്ല, ഒരാൾ പറഞ്ഞു. എന്നാണ് മരിച്ചത്? ഇന്നലെ രാത്രി. അയാളുടെ സ്വത്തെല്ലാം എന്തു ചെയ്തു? എനിക്ക് തന്നില്ല കേട്ടോ, അതേ എനിക്കറിയൂ.
ഒരു തമാശ കേട്ട പോലെ ആ മറുപടി അവർക്ക് രസിച്ചു. ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമുക്ക് സംഘം ചേർന്ന് പോയാലോ? അയാളും ഒരു വ്യാപാരിയായിരുന്നുവല്ലോ. ഉച്ചയോട് വാങ്ങിച്ചു തരാമെങ്കിൽ ഞാൻ വരാം. വീണ്ടും പൊട്ടിച്ചിരി. അങ്ങനെ ആ സംഭാഷണം തീർന്നു. ആ ശവസംസ്കാരത്തിന് പോകാൻ അവരാർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. അവരെല്ലാം സ്വന്തം കടകളിലേക്കാണ് പോയത്. അപ്പുറത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന മറ്റ് 2 കച്ചവടക്കാരുടെ സമീപത്തേക്ക് സ്ക്രൂജിനെയും കൊണ്ട് ആത്മാവ് നീങ്ങി. സ്ക്രൂജിന് അവരെ പരിചയമുണ്ടായിരുന്നു. ആ പിശാച് ഒടുവിൽ ചത്തു അല്ലേ? ഒരാൾ തിരക്കി. അങ്ങനെ പറയുന്നത് കേട്ടു. രണ്ടാമൻ ഒരു താല്പര്യവുമില്ലാതെയാണ് അത് പറഞ്ഞത്. ആരാണ് മരിച്ചതെന്ന് അപ്പോഴും സ്ക്രൂജിന് മനസ്സിലായില്ല. ഈ മനുഷ്യരെല്ലാം വെറുക്കത്തക്ക വിധം നിർഗുണനായ ഏത് മനുഷ്യനാണ് ആ നഗരത്തിലുണ്ടായിരുന്നത്? സ്ക്രൂജിന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. ആത്മാവും സ്ക്രൂജും വീണ്ടും മുമ്പോട്ട് പോയി. തിരക്കൊഴിഞ്ഞ ഏതോ കോണിലുള്ള വൃത്തികെട്ട ഒരു ചെറിയ കടയുടെ മുന്നിലാണ് അവർ എത്തിയത്. പഴയ വീട്ടു സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങുന്ന കടയായിരുന്നു അത്. തുടലുകൾ, അളവുകോലുകൾ എന്നിങ്ങനെ ഉപയോഗശൂന്യമായി തീർന്ന പലതരം ഇരുമ്പ് സാധനങ്ങൾ അവിടെ കൂമ്പാരമായി കിടന്നിരുന്നു. അതിൻ്റെ എല്ലാം ഇടയിലായി 70ഓളം വയസ്സ് ചെന്ന ഒരു പ്രാകൃത മനുഷ്യനും ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഭാണ്ഡക്കെട്ടുകളുമേന്തി 3 പേർ അവിടെ എത്തി. 2 സ്ത്രീകളും ഒരു പുരുഷനുമായിരുന്നു അവർ. മരിച്ചുപോയ ഏതോ മനുഷ്യന്റെ വീട്ടു സാധനങ്ങൾ ആ 3 പേരും മോഷ്ടിച്ചു കൊണ്ടുവന്നതായിരുന്നു. അവരിലെ പുരുഷൻ മരണാനന്തര ചടങ്ങുകൾ നിർവഹിച്ച ആളിന്റെ സഹായിയായി മരിച്ച വീട്ടിൽ കടന്നുകൂടിയതായിരുന്നു. അയാൾ കൊണ്ടുവന്ന കെട്ടാണ് ആദ്യം അഴിച്ചത്. വില കുറഞ്ഞ ചില സാധനങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ആ ചത്തവൻ പിശുക്കനാണ്, ആ മോഷ്ടാക്കളും കച്ചവടക്കാരനും ഒപ്പം പറഞ്ഞു. മോഷ്ടാക്കളിൽ ഒരു സ്ത്രീ മരണപ്പെട്ട ആളിന്റെ അലക്കുകാരിയായിരുന്നു. അവർ കൊണ്ടുവന്ന കെട്ട് തുറന്നു. കിടക്കവിരികൾ, വെള്ളി സ്പൂണുകൾ, തുണികൾ തുടങ്ങിയവയായിരുന്നു അതിൽ. പിന്നീട് അവസാനത്തെ കെട്ടും അഴിച്ചു നോക്കി. ഒരു കമ്പിളി ഉടുപ്പ്, ഷർട്ട്, കർട്ടനുകളും അവ ഇടാനുള്ള വളയങ്ങളും ഇവയൊക്കെയായിരുന്നു അതിൽ. അയാൾ പിശുക്കൻ തന്നെ. ഇത്രയും കുറച്ച് സാധനങ്ങൾ കൊണ്ടാണോ ആ സമ്പന്നൻ ഇതുവരെ കഴിഞ്ഞുകൂടിയത്? കടക്കാരൻ ഈർഷ്യയോടെ പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ അയാൾ എല്ലാവരെയും അകറ്റി നിർത്തി. അതുകൊണ്ട് മരിച്ചപ്പോൾ ഒരാളും വന്നില്ല. അവർ പൊട്ടി ചിരിച്ചു. ഓരോ കെട്ടിലെയും സാധനങ്ങൾ കണക്കാക്കി കച്ചവടക്കാരൻ വിലയിട്ടു. തുക അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. പരിഭ്രമത്തോടെ സ്ക്രൂജ് എല്ലാം നോക്കിക്കാണുകയായിരുന്നു. മോഷ്ടാക്കൾ കൊണ്ടുവന്ന സാധനങ്ങൾ സ്ക്രൂജിൻ്റേതായിരുന്നെന്ന് തോന്നി. ഇതെല്ലാം എൻ്റെ സാധനങ്ങൾ പോലെ തന്നെ തോന്നുന്നുവല്ലോ. എൻ്റെ കഥ ഇങ്ങനെയാണോ അവസാനിക്കാൻ പോകുന്നത്? സ്ക്രൂജ് നിലവിളിച്ചു. ആ രംഗവും മാഞ്ഞുപോയി. സ്ക്രൂജിനെയും കൊണ്ട് ആത്മാവ് ഒരു ഇരുണ്ട മുറിയിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു കിടക്കയിൽ എന്തോ മൂടിയിട്ടിരിക്കുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു മൃതശരീരമാണെന്ന് മനസ്സിലായി. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആ മൃതദേഹം അനാഥമായി കിടന്നു. അത് തൻ്റേത് തന്നെയായിരിക്കുമെന്ന് സ്ക്രൂജ് സംശയിച്ചു. പക്ഷേ വിരിപ്പ് മാറ്റി ആ മുഖത്ത് നോക്കാൻ ശേഷിയുണ്ടായില്ല. അതിനാൽ മൃതദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യന്റെ മരണത്തിൽ ആർക്കും ഒരു ദുഃഖവുമില്ലേ? സ്ക്രൂജ് തിരക്കി. ആ ചോദ്യത്തിന് മറുപടി എന്നവണ്ണം ആത്മാവ് സ്ക്രൂജിനെ മറ്റൊരു ചെറിയ വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അവിടെ ഒരു യുവതി അവരുടെ മക്കളുമായി ഇരിക്കുന്നത് കണ്ടു. യുവതിയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് വന്നു. അയാൾ രോഗിയെപ്പോലെ ക്ഷീണിച്ചിരുന്നു. എങ്കിലും അയാളുടെ മുഖത്ത് സന്തോഷഭാവം നിഴലിച്ചിരുന്നു. അയാളുടെ കടം ഇനി ഉടനെയൊന്നും കൊടുത്തു തീർക്കാൻ വിഷമിക്കേണ്ട, ഭർത്താവ് പറഞ്ഞു. ആ പിശുക്കൻ കടം വീട്ടാൻ സമയം നീട്ടിത്തന്നുവോ? ഭാര്യ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. അയാളോ? സാവകാശം തരുന്ന ഒരാള്? കാര്യം അങ്ങനെയല്ല. ആ പിശുക്കൻ മരിച്ചു. അത് കേട്ടപാടെ ഭാര്യ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. കടം കൊടുത്തു തീർക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയില്ലല്ലോ എന്ന ചിന്തയായിരിക്കാം അവരെ സന്തോഷിപ്പിച്ചത്.
ആ സ്ത്രീ പെട്ടെന്ന് തന്നെ നിശബ്ദയായി. ആത്മാവേ, ഉറ്റവരുടെ മരണത്താൽ ദുഃഖം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകൂ, സ്ക്രൂജ് അപേക്ഷിച്ചു. ആത്മാവ് സ്ക്രൂജിനെ എങ്ങോട്ടോ നയിച്ചു. അവർ ചെന്നെത്തിയ വീട് ബോബ് ക്രാറ്റ്ചിറ്റിൻ്റേതായിരുന്നു. അവിടെ ആകെ ശാന്തമൂകമായ ഒരു അന്തരീക്ഷം നിറഞ്ഞിരുന്നു. നെരിപ്പോടിന് ചുറ്റുമായി അമ്മയും മക്കളും നിശബ്ദരായി ഇരിക്കുന്നുണ്ടായിരുന്നു. മൂത്ത മകൻ പീറ്റർ ഏതോ പുസ്തകം തുറന്നു വെച്ച് എങ്ങോ നോക്കി വിഷാദിച്ചിരിക്കുന്നു. മിസ്സിസ് ക്രാറ്റ് കണ്ണുകൾ കരഞ്ഞു വീർത്ത നിലയിലുണ്ടായിരുന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ നേരിയ സ്വരത്തിൽ പറഞ്ഞു, കൊച്ചു ടീമിനെ കഴുത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ അപ്പൻ വേഗത്തിൽ നടക്കുമായിരുന്നു. അവന് ഒട്ടും ഭാരമില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നു, പീറ്റർ പറഞ്ഞു. ഞാനും അത് ഓർക്കുന്നു, മറ്റൊരു കുട്ടി പറഞ്ഞു. അപ്പൻ അവനോട് എന്ത് സ്നേഹമായിരുന്നു. മിസ്സിസ് ക്രാറ്റിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതാ അപ്പൻ വരുന്നു. തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ ബോബ് ക്രാറ്റ്ചിറ്റ് അകത്തേക്ക് കയറി. മേശയിൽ കിടന്ന തുണികളിൽ മനോഹരമായി തുന്നൽ പണികൾ ചെയ്തതിന് മക്കളെ അഭിനന്ദിച്ചു. പക്ഷേ അയാളുടെ വാക്കുകൾ പെട്ടെന്നിടറി. അയാൾ ദുഃഖഭാരത്തോടെ വിളിച്ചു, എൻ്റെ പൊന്നു മോനെ. അപ്പ സങ്കടപ്പെടല്ലേ. മക്കൾ കൂട്ടമായി അപ്പൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. മരിച്ചുപോയ കൊച്ചു ടിമ്മിനെ ഓർത്ത് ആ പിതാവ് വിതുമ്പി. അപ്പൻ കരയുന്നത് കണ്ടപ്പോൾ അവിടെ കൂട്ടക്കരച്ചിലായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സങ്കടമൊതുക്കി ക്രാറ്റ്ചിറ്റ് പറഞ്ഞു, സ്ക്രൂജിൻ്റെ അനന്തരവനെ ഇന്ന് കണ്ടു. നല്ല ചെറുപ്പക്കാരൻ. എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞു. പീറ്ററിന് ഒരു ജോലി കിട്ടാൻ അയാൾ സഹായിച്ചേക്കും. കൊച്ചു ടീമിൻ്റെ ശവസംസ്കാരത്തിന് ശേഷം എല്ലാ ദിവസവും ക്രാറ്റ്ചിറ്റ് മകൻ്റെ സെമിത്തേരിയിൽ പോയിരുന്നു. അന്നും അയാൾ മകൻ്റെ അന്ത്യവിശ്രമസ്ഥാനത്ത് പോയിട്ടാണ് വന്നത്. അയാൾ മക്കളോടായി പറഞ്ഞു, നിങ്ങൾ കൊച്ചു ടീമിനെ മറക്കരുത്. ഇല്ലില്ല, ഒരിക്കലുമില്ല, അവർ കൂട്ടമായി പറഞ്ഞു. കൊച്ചു ടീമിൻ്റെ ആത്മാവ് അവരുടെ ഇടയിൽ നിറഞ്ഞു നിൽക്കുന്നതുപോലെ തോന്നി. കുറേ സമയം മുമ്പ് ആത്മാവ് കാണിച്ചു തന്ന മൃതദേഹത്തെ തിരിച്ചറിയാത്തതിൽ സ്ക്രൂജിനുണ്ടായ ഉത്കണ്ഠ അപ്പോഴും തീർന്നിരുന്നില്ല. അത് തൻ്റേത് തന്നെയായിരിക്കുമോ? അയാൾ ആത്മാവിനോട് തിരക്കി. മരിച്ചു കിടന്ന ആ മനുഷ്യൻ ആരായിരുന്നുവെന്ന് എന്നോട് പറയാമോ? സ്ക്രൂജിനെ അയാളുടെ കടയിലേക്കാണ് ഇത്തവണ ആത്മാവ് കൊണ്ടുപോയത്. അവിടെ സ്ക്രൂജിൻ്റെ കസാരയിൽ മറ്റൊരാൾ ഇരിക്കുന്നത് കണ്ടു. സ്ക്രൂജ് ഇവിടെ? അവിടെ ആ അപരിചിതന് എന്താണ് കാര്യം? സ്ക്രൂജിന് ഉത്കണ്ഠ വളർന്നു. ആത്മാവ് വീണ്ടും സ്ക്രൂജിനെയും കൊണ്ട് യാത്രയായി. ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സെമിത്തേരിയിലാണ് ഇത്തവണ അവർ ചെന്നത്. പുല്ലുകളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു. അതിനിടയിൽ കല്ലറകൾ. അതിലൊന്നിലേക്ക് ആത്മാവ് കൈ ചൂണ്ടി. ഭയത്തോടെ സ്ക്രൂജ് ആ കല്ലറയ്ക്കടുത്തെത്തി. വിറയിലൂടെ അയാൾ കല്ലറയിൽ എഴുത്തു വായിച്ചു. സ്വന്തം പേരായിരുന്നു അതിൽ കണ്ടത്, എബനീസർ സ്ക്രൂജ്. അല്ല, ഇത് ഞാനല്ല, ഞാനേ അല്ല. സ്ക്രൂജ് മുട്ടിൽ നിന്നുകൊണ്ട് വിലപിക്കാൻ തുടങ്ങി. ആത്മാവേ, ഞാനിപ്പോൾ പഴയ സ്ക്രൂജ് അല്ല. ഇനി ഒരിക്കലും ഞാൻ ആ പഴയ ദുരാഗ്രഹിയായ മനുഷ്യനാവില്ല. എനിക്ക് മാനസാന്തരം വന്നു. നിങ്ങൾ 3 പേരും കാണിച്ചു തന്ന നല്ല പാഠങ്ങൾക്കനുസരിച്ച് ഞാൻ ഇനി ജീവിക്കും. ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചുപോയാൽ ഈ മാനസാന്തരം കൊണ്ട് എന്ത് പ്രയോജനം? ഈ കല്ലറയിലെ എൻ്റെ പേരൊന്നും മായ്ച്ചു കളയണമേ. തീവ്ര ദുഃഖത്തോടെ സ്ക്രൂജ് ക്രിസ്തുമസ് ആത്മാവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. പക്ഷേ ആ പിടി മുറുകിയില്ല. ആത്മാവ് ധരിച്ചിരുന്ന വസ്ത്രവും കുപ്പായും ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതാകുന്നതുപോലെ തോന്നി. ആത്മാവ് അപ്രത്യക്ഷമാവുകയും ആ സ്ഥാനത്ത് സ്ക്രൂജ് കിടന്ന കട്ടിലിൻ്റെ കാൽ കാണപ്പെടുകയും ചെയ്തു. ഇത്തവണ സ്ക്രൂജ് ശരിക്കും ഞെട്ടി ഉണർന്നു. താൻ സ്വന്തം കട്ടിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. താൻ മരിച്ചിട്ടില്ല. ഇതുവരെ കണ്ടതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. വിശിഷ്ടമായ മാനസിക പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച സ്വപ്നങ്ങൾ. ആ 3 ആത്മാക്കളും എന്നിൽ ജീവിക്കും. അവർ പഠിപ്പിച്ച പാഠങ്ങൾക്കനുസരിച്ച് മാത്രം മേലിൽ ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ട ജേക്കബ് വാർലി, ക്രിസ്തുമസ് ആത്മാക്കളെ, ദൈവമേ, നിങ്ങൾക്കെല്ലാം നന്ദി.
സ്ക്രൂജ് പറഞ്ഞു. അയാളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെതായ കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞു. സ്ക്രൂജ് തുള്ളിച്ചാടി. മനസ്സിന് ഒരു തൂവലിൻ്റെ ലാഘവും തോന്നി. വർഷങ്ങളായി വീർപ്പുമുട്ടിയിരുന്ന ഹൃദയത്തിന് ഒരു നിർവൃതി. ക്രിസ്തുമസിൻ്റെ തലേ രാത്രിയിലാണ് സ്ക്രൂജ് ഉറങ്ങാൻ കിടന്നത്. പിന്നീട് എത്ര ദിവസം കടന്നുപോയെന്ന് അയാൾ കണക്ക് കൂട്ടി നോക്കി. ആത്മാക്കളുടെ കൂടെ എത്ര ദിവസം ചെലവഴിച്ചു എന്ന് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. ജനൽ കർട്ടനുകൾ പഴയതുപോലെ തന്നെ ഇരിക്കുന്നു. പാത്രങ്ങളും യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. സ്വപ്നത്തിൽ കാണപ്പെട്ടതുപോലെ അവ മോഷ്ടിക്കപ്പെട്ടിരുന്നില്ല. അയാൾ നല്ല വസ്ത്രം ധരിച്ചു. താഴേക്ക് ഓടിച്ചെന്നു. അതേ വേഗത്തിൽ മുകൾ നിലയിലേക്കും കയറി. വീണ്ടും ഇത് ആവർത്തിച്ചു. ഇതിനിടയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്തുമസ് ആശംസകൾ. ലോകത്തിന് മുഴുവൻ പുതുവർഷം ആഹ്ലാദഭരിതമാകട്ടെ. പള്ളിയിൽ നിന്നും മണിനാദം കേട്ടു. സ്ക്രൂജ് ജനാലയ്ക്കടുത്തെത്തി. അത് തുറന്ന് വെളിയിലേക്ക് നോക്കി. രസകരമായ ഇളം തണുപ്പ്. നല്ല തെളിഞ്ഞ പ്രഭാതം. റോഡിലൂടെ പോവുകയായിരുന്നൊരു കുട്ടിയോട് സ്ക്രൂജ് വിളിച്ചു ചോദിച്ചു, ഇന്ന് ഏതു ദിവസമാണ്? കുട്ടി അതിശയത്തോടെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഏതു ദിവസമാണെന്നോ? അപ്പൂപ്പനെ അറിഞ്ഞുകൂടെ? ഇന്നല്ലേ ക്രിസ്തുമസ്. ഇന്നാണോ ക്രിസ്തുമസ്? സ്ക്രൂജ് ആഹ്ലാദം കൊണ്ടു. അതായത് എനിക്ക് സമയം നഷ്ടപ്പെട്ടിട്ടില്ല. സ്വപ്നങ്ങൾക്ക് 3 രാത്രികൾ വേണ്ടി വരുന്നുവെന്നാണല്ലോ മാർലി പറഞ്ഞത്. എങ്കിലും ഒറ്റ രാത്രി കൊണ്ട് ആത്മാക്കൾ അതെല്ലാം ഭംഗിയായി ചെയ്തു തീർത്തു. കൊച്ചു ടീം മരിച്ചതായി സ്വപ്നത്തിൽ കണ്ടത് ശരിയായിരിക്കില്ല. സ്ക്രൂജും മരിച്ചുപോയി എന്നല്ലേ സ്വപ്നം പറഞ്ഞത്? റോഡിലെ കുട്ടിയെ സ്ക്രൂജ് വീണ്ടും വിളിച്ചു. മോനെ, അടുത്ത വളവിൽ ഇറച്ചിക്കോഴികളെ വിൽക്കുന്ന കട നിനക്കറിയാമോ? അറിയാമല്ലോ, നീ ഒരു മിടുക്കനാണ്. ആകട്ടെ, ആ കടയിലുണ്ടായിരുന്ന ടർക്കി കോഴിയെ വിറ്റുപോയോ? അത് നിനക്കറിയാമോ? എന്നോളം വലിപ്പമുള്ള ടർക്കി കോഴിയല്ലേ? അതിനെ ഇതുവരെ ആരും വാങ്ങിച്ചിട്ടില്ല. എങ്കിൽ നിനക്ക് അതിനെ ഒന്ന് വാങ്ങിച്ചു കൊണ്ട് തരാമോ? നിനക്ക് 1 ഷില്ലിംഗ് തരാം. വേഗം വരികയാണെങ്കിൽ കൂടുതൽ കാശ് തരും. 1/2 ക്രൗൺ തികച്ച്. നേരാണ് ഈ പറയുന്നത്? കുട്ടിയൊന്ന് സംശയിച്ചു. തീർത്തും സത്യം. അത് മറ്റൊരിടത്തേക്ക് കൊടുക്കാനാണ്. അത് കേട്ട പാടെ കുട്ടി കടയിലേക്ക് ഓടി. അതിനെ ബോബ് ക്രാറ്റ് ചിറ്റിൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊടുത്തുവിടും. പക്ഷേ ആരാണതിനെ സമ്മാനിച്ചതെന്ന് ക്രാറ്റ് ഒരിക്കൽ പോലും അറിയില്ല, സ്ക്രൂജ് സ്വയം പറഞ്ഞു. അപ്പോഴേക്കും ടർക്കി കോഴിയുമായി കുട്ടി വന്നു കഴിഞ്ഞു. അവന് എടുക്കാൻ കഴിയുന്നതിലേറെ ഭാരവും വലിപ്പവും അതിനുണ്ടായിരുന്നു. എൻ്റെ കുട്ടി, നിനക്കിതിനെ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമല്ല. നീ ഒരു വണ്ടി വിളിച്ചുകൊള്ളൂ. എന്നിട്ടിതാ ഈ കടലാസിൽ എഴുതിയിരിക്കുന്ന മേൽവിലാസക്കാരൻ്റെ വീട്ടിൽ ഈ ടർക്കി കോഴിയെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. ഇതാ ഞാൻ തരാമെന്ന് പറഞ്ഞ 1/2 ക്രൗൺ. വണ്ടിക്കൂലിയും ഇതിലുണ്ട്. ബാക്കിയുള്ളതും നീ എടുത്തോ. സ്ക്രൂജ് തിടുക്കത്തിൽ വേഷം മാറ്റി. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. റോഡിൽ വലിയ തിരക്ക് തന്നെ. അയാൾ വളരെയേറെ സന്തുഷ്ടനായിരുന്നു. അയാളുടെ ചിരിക്കുന്ന മുഖം കണ്ട് 3-4 പേർ അയാളെ നോക്കി പറഞ്ഞു, മേരി ക്രിസ്മസ്, സന്തോഷകരമായ പുതുവർഷാശംസകൾ. താൻ ജീവിതത്തിൽ ആദ്യമായി കേട്ട ആശംസകൾ ഏറ്റവും മധുരമുള്ളതായി അയാൾക്ക് അനുഭവപ്പെട്ടു. അവർക്കെല്ലാം പുഞ്ചിരിയോടെ അയാൾ പ്രത്യഭിവാദനങ്ങൾ നൽകി. അധിക ദൂരം നടന്നില്ല. അതാ ഒരു മാന്യൻ വരുന്നു. തലേ ദിവസം സ്ക്രൂജിൻ്റെ കച്ചവട സ്ഥാപനത്തിൽ വന്ന് പാവങ്ങൾക്ക് വേണ്ടി ധനസഹായം ചോദിക്കാൻ വന്നവരിൽ ഒരാളായിരുന്നു അത്. അയാൾക്ക് തന്നോട് വെറുപ്പായിരിക്കുമെന്ന് സ്ക്രൂജ് ഊഹിച്ചു. സ്ക്രൂജിനെ കണ്ടതായി ഭാവിക്കാതെ അയാൾ മാറി നടന്നേക്കും. ആ മാനിൻ്റെ സമീപത്തേക്ക് ചെന്ന് അയാളുടെ കൈകൾ പിടിച്ചുകൊണ്ട് സ്ക്രൂജ് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, സുഖം തന്നെയല്ലേ? സന്തുഷ്ടമായൊരു ക്രിസ്തുമസ് നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഇന്നലെ നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിൽ ഞാൻ ദുഃഖിക്കുന്നു. സ്ക്രൂജ് തന്നെയാണോ ഈ പറയുന്നതെന്ന് തിട്ടപ്പെടുത്താൻ ആ മാന്യൻ സ്ക്രൂജിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നിങ്ങൾക്ക് കുറച്ച് തുക തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുക എത്രയാണെന്ന വിവരം ആ മനുഷ്യൻ്റെ ചെവിയിൽ പറയുകയാണ് സ്ക്രൂജ് ചെയ്തത്. അത് ഒരു വലിയ സംഖ്യയായിരുന്നു. മിസ്റ്റർ സ്ക്രൂജ്, നിങ്ങൾ ഈ പറയുന്നത് ശരി തന്നെയാണോ? അതെ,
ഞാൻ പറഞ്ഞതിൽ നിന്നും ഒരു പെനി പോലും കുറവില്ലാതെ തരും. ആ മാന്യൻ അപ്പോഴും സംശയിച്ചു. എങ്കിലും ഈ തുക വളരെ കൂടുതലല്ലേ? അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട. നാളെ എൻ്റെ കടയിൽ വരുമല്ലോ. അപ്പോൾ ഈ പറഞ്ഞ തുക മുഴുവൻ ഞാൻ തരും. അത് പാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ. സ്ക്രൂജ് പള്ളിയിലേക്ക് നടന്നു. തെരുവിൽ കണ്ടവരോട് കുശലം പറഞ്ഞു. ഭിക്ഷക്കാരെ ആശ്വസിപ്പിച്ചു. ഇരുവശത്തുമുള്ള വീടുകളിലേക്ക് എത്തി നോക്കി ചിരിച്ചു. അയാൾക്ക് സന്തോഷം തോന്നി. ഇത്രയേറെ ആനന്ദകരമായ അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഉച്ച കഴിഞ്ഞ് അനന്തരവൻ ഫ്രെഡിന്റെ വീട്ടിലേക്കാണ് സ്ക്രൂജ് പോയത്. വാതിലിൽ മുട്ടിയപ്പോൾ വേലക്കാരി വന്ന് കതക് തുറന്നു. മടിച്ചാണ് അനന്തരവന്റെ അടുത്തേക്ക് സ്ക്രൂജ് നടന്നു ചെന്നത്. ഫ്രെഡിന്റെ മുറിയുടെ കതക് സ്ക്രൂജ് തുറന്നു. തലേ രാത്രി സ്വപ്നത്തിൽ കണ്ടതുപോലെ ഫ്രെഡിയും ഭാര്യയും അതിഥികൾക്കായി മേശകൾ ഒരുക്കുകയായിരുന്നു. ഫ്രെഡ്, സ്ക്രൂജ് വിളിച്ചു. അമ്മാവനെ കണ്ടപ്പോൾ ഫ്രെഡ് അതിശയം കൊണ്ട് വീഴാൻ പോലും തുടങ്ങി. എൻ്റെ ദൈവമേ, ഇതാര്? ഇത് ഞാൻ തന്നെയാണ്, നിന്റെ അമ്മാവൻ സ്ക്രൂജ്. ഞാൻ നിന്റെ ക്രിസ്തുമസ് സദ്യക്ക് വന്നതാണ്. ഞാൻ അകത്തേക്ക് വരട്ടെ? ഫ്രെഡിന്റെ ഭാര്യ ഓടി വന്നു. ഫ്രെഡ് അമ്മാവന്റെ കൈകൾ ഗ്രഹിച്ചു. അവരുടെ വീട് നിമിഷങ്ങൾക്കുള്ളിൽ സന്തോഷത്തിന്റെ കൂടാരമായി മാറി. ഫ്രെഡിന്റെ അതിഥികളും ഈ സന്തോഷത്തിൽ പങ്കെടുത്തു. സ്ക്രൂജ് വളരെ സമയം അവിടെ ചെലവഴിച്ചു. പിറ്റേന്ന് വളരെ നേരത്തെ തന്നെ സ്ക്രൂജ് തന്റെ കടയിലേക്ക് പോയി. ബോബ് ക്രാറ്റ്ചിറ്റ് വരുന്നതിന് മുമ്പ് തന്നെ എത്താൻ വേണ്ടിയായിരുന്നു അത്. ബോബ് താമസിച്ചു വന്നാൽ പിടികൂടാൻ. 15 നിമിഷം വൈകിയാണ് അന്ന് ബോബ് വന്നു ചേർന്നത്. വന്ന പാടെ ബോബ് തന്റെ പതിവ് സ്ഥാനത്തിരുന്നു. ഹലോ! സ്ക്രൂജ് തന്റെ പരുക്കൻ ശബ്ദം ഒരിക്കൽ കൂടി ഉയർത്തി ബോബിനെ വിളിച്ചു. എന്താ താൻ ഇത്രയും താമസിച്ചത്? ബോബ് ക്രാറ്റ്ചിറ്റ് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ക്ഷമിക്കണം സർ, താമസിച്ചു പോയി. 1 വർഷത്തിനിടയിൽ ഈ ഒരു ദിവസം മാത്രം. ശരി, ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത്, സ്ക്രൂജ് തുടർന്നു. ബോബ്, നിന്റെ ശമ്പളം ഞാൻ കൂട്ടിത്തരാൻ പോകുന്നു. അത് ബോബിന് വിശ്വസിക്കാനായില്ല. സ്ക്രൂജിന് ചിത്തഭ്രമം പിടിച്ചതായിരിക്കുമെന്ന് ബോബ് സംശയിച്ചു. അങ്ങനെയാണെങ്കിൽ ഉപദ്രവിക്കാനിടയുണ്ട്. ഡെസ്കിലിരുന്ന തടികഷ്ണത്തിനടുത്തേക്ക് ബോബ് നീങ്ങി. അതെടുത്ത് സ്ക്രൂജിനെ അടിച്ചു വീഴ്ത്തുക. എന്നിട്ട് ഇറങ്ങി ഓടി ആളുകളുടെ സഹായം തേടുക. അമ്പരന്ന് നിൽക്കുകയായിരുന്ന ബോബിനെ നോക്കി സ്ക്രൂജ് തുടർന്ന് പറഞ്ഞു. ബോബ്, ഞാൻ തനിക്ക് സന്തോഷകരമായ ക്രിസ്തുമസ് ആശംസിക്കുന്നു. അയാളുടെ സ്വരത്തിലെ പരിപരിപ്പില്ലാതെയായി. നിന്റെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന കാര്യം ആത്മാർത്ഥമായി തന്നെ ഞാൻ പറഞ്ഞതാണ്. നിന്റെ കുടുംബത്തെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കൊച്ചി ടീമിന്റെ ചികിത്സാ ചെലവുകൾ മുഴുവനും ഞാൻ തരും. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉച്ച കഴിഞ്ഞ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഇപ്പോൾ നീ പോയി കുറേയധികം കൽക്കരി വാങ്ങിക്കൊണ്ടുവരൂ. ഈ മുറി ആവശ്യത്തിന് ചൂട് പിടിപ്പിക്കാം. ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. സ്ക്രൂജ് തന്റെ വാക്ക് പാലിച്ചു. കൊച്ചി ടിം മരിച്ചില്ല. ടിമ്മിന് സ്ക്രൂജ് ഒരു നല്ല പിതാവിനെ പോലെയായി. സഹായം തേടി വന്നവരാരെയും സ്ക്രൂജ് നിരാശരാക്കിയില്ല. തിരക്കി അറിഞ്ഞു പോലും പലരെയും സ്ക്രൂജ് സഹായിച്ചു. പ്രായം ചെന്ന ഈ ലണ്ടൻ നഗരം ഇത്രയും ഔദാര്യമേറിയ മറ്റൊരാളെ ഇതുവരെയും കണ്ടിട്ടില്ല. ലണ്ടൻ മാത്രമല്ല, ലോകത്തിലെ മറ്റ് നഗരങ്ങളിൽ പോലും സ്ക്രൂജിനെ പോലെ ദയവും കാരുണ്യവും ഔദാര്യവും ഒത്തിണങ്ങിയ ഒരു സമ്പന്നനെ കാണാൻ കഴിയണമെന്നില്ല. എങ്കിലും ചിലരൊക്കെ സ്ക്രൂജിനെ പരിഹസിച്ചു. സ്ക്രൂജിന് പെട്ടെന്നുണ്ടായ മാറ്റം അവരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമാണ് ചെയ്തത്. അവരോടും സ്ക്രൂജിന് ഒരു പിണക്കവും തോന്നിയില്ല. എന്ന് മാത്രമല്ല, അവരോടൊപ്പം ചിരിക്കുകയും അവരെ സ്നേഹിക്കുക കൂടിയും ചെയ്തു. എത്ര നല്ല പ്രവൃത്തികളെയും കളിയാക്കുന്നവർ എവിടെയും കാണും. അവരോട് നാം എന്തിനു വഴക്കിടണം? അവർക്കും ഒരു നല്ല പുഞ്ചിരി സമ്മാനിക്കാം. പിന്നീട് ഒരിക്കലും ആത്മാക്കൾ സ്ക്രൂജിനെ കാണാൻ വന്നിട്ടില്ല. പക്ഷേ അവർ സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുത്ത നല്ല പാഠങ്ങൾ സ്ക്രൂജ് ഒരിക്കലും മറന്നതുമില്ല. ഒരു ക്രിസ്തുമസ് കരോൾ എന്ന ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.